ഹലോ മക്കളെ, ഈ ഒരു ചാനലിലേക്ക് വീണ്ടും വെൽക്കം ചെയ്യുകയാണ്. അതായത് നിങ്ങൾ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ ഒരു വീഡിയോ ഉള്ളത് +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിന് വേണ്ടിയാണ്. വെറുതെ സ്കിപ്പ് ചെയ്ത് പോകരുത്. അതായത് വളരെ പ്രധാനപ്പെട്ടായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് A+ സീരീസ് എന്ന് പറയുന്ന ഒരു സീരീസ് ഓഫ് പ്ലേലിസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് എന്തില്ല, യാതൊരു ഡൗട്ടും ഇല്ല. അങ്ങനെയാണെങ്കിൽ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് +2ലുള്ള വീഡിയോസ് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഹെൽപ്പ് എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെ കോണ്ടാക്ട്സിലുള്ള നിങ്ങളെ സ്കൂളിലൊക്കെയുള്ള ജൂനിയർ സ്റ്റുഡൻസിലേക്കൊക്കെ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിന് വളരെ ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ A+ സീരീസ് എന്ന് പറയുന്ന ഒരു വീഡിയോ പ്ലേലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന 8 മാർക്ക് വെയിറ്റേജ് ആണ് ഇതിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഷുവർ ആയിട്ടും A+ കിട്ടും എന്നുള്ള രീതിയിൽ ഒരു പ്ലേലിസ്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എടുത്ത് പഠിക്കാൻ വേണ്ടി പോവാണ്. അതായത് ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന 11 മാർക്ക് വെയിറ്റേജ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് യാതൊരു മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പൊ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ എന്ത് ചെയ്ത് കൊടുക്കുക, നിങ്ങളെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങളെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്. ഈ ചാപ്റ്റേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നിങ്ങൾ വെറുതെ ഈ വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്ത് പോകരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു ചാപ്റ്ററിന്റെ ഡിസ്കഷനിലേക്ക് വരുന്നതിന് മുന്നേ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം +1 +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഒരുപാട് വീഡിയോസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനി അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. അത് മാത്രമല്ല പറയാനുള്ളത്, ഇപ്പോൾ കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ചാപ്റ്റർ 2 ആണ് ഇത്. +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ ചാപ്റ്റർ ആണ്. എന്നാലും നിങ്ങളിപ്പോൾ ഒരു +1 കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കുട്ടി ആണെങ്കിൽ പോലും ഈ ഒരു പ്ലേലിസ്റ്റ് മൊത്തം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ +1 ഉണ്ടല്ലോ, +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്ന കുട്ടികൾ, +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസ് പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ആക്ച്വലി ആർക്കും പഠിക്കാനുണ്ട്. +1 കമ്പ്യൂട്ടർ സയൻസിനും പഠിക്കാനുണ്ട്, +1 CS-നും പഠിക്കാനുണ്ട്. +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻകാർ പഠിക്കുന്ന എല്ലാ സാധനങ്ങളും +1 CS-നും പഠിക്കാനുണ്ട്. പക്ഷെ +1 കമ്പ്യൂട്ടർ സയൻസിൽ കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു വീഡിയോ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കുന്ന കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ പഠിക്കുന്ന കാര്യങ്ങൾ +1 കമ്പ്യൂട്ടർ സയൻസുകാർക്ക് കൂടെ യൂസ്ഫുൾ ആവും. മേ ബി ചിലപ്പോൾ കമ്പ്യൂട്ടർ സയൻസുകാർ കുറച്ചും കൂടെ കാര്യങ്ങൾ കൂടുതൽ നോക്കേണ്ടി വരുമെന്ന് മാത്രം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് എന്താണ്, നമ്മളെ A+ സീരീസിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഓൾറെഡി ഈ ഒരു സീരീസിന്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഈ വീഡിയോന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസിന്റെ ഒക്കെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന്റെയും ലിങ്ക് താഴെ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത, കോമ്പണൻസ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പ്രത്യേകത, ഇത് കംപ്ലീറ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുന്ന ചാപ്റ്റർ ആണ്. കുറച്ച് വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോന്റെ ഡ്യൂറേഷൻ കുറച്ച് കൂടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. വെയിറ്റേജ് കൂടുന്ന ചാപ്റ്റർ ആണ്. 11 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. ഒരുപാട് ടോപ്പിക്സ് വരുന്ന ചാപ്റ്റർ ആണ്. പക്ഷേ ഇവിടുന്ന് ഭയങ്കര തിരിച്ചും മറിച്ചൊന്നും ക്വസ്റ്റ്യൻസ് വരാറില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം വരുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടാഞ്ചിബിൾ ആൻഡ് വിസിബിൾ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ എന്താണെന്നുള്ളതാണ്. ഇതിന് ആൻസർ ഹാർഡ്വെയർ എന്നുള്ളതാണ്, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അതായത് നമുക്ക് കമ്പ്യൂട്ടറിൽ ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന, വിസിബിൾ എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്ന കമ്പ്യൂട്ടറിന്റെ പാർട്സിനെ നമുക്ക് ഹാർഡ്വെയർ എന്നാ പറയാം. അതായത് ഒന്നുമില്ല, കമ്പ്യൂട്ടറിന് മെയിൻ ആയിട്ട് രണ്ട് പാർട്സ് ആണ് ഉള്ളത് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. കമ്പ്യൂട്ടറിന് മെയിൻ ആയിട്ട് രണ്ട് കമ്പോണൻസ് ഉണ്ട്, രണ്ട് പാർട്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഹാർഡ്വെയർ ആണ്. നമുക്ക് കാണാനും ടച്ച് ചെയ്യാനും പറ്റുന്ന പാർട്സിനെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്.
എന്നാൽ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ എഴുതുന്ന പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടച്ച് ആൻഡ് വിസിബിൾ ആയിട്ടുള്ള പാർട്സ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഹാർഡ്വെയർ ആണ്. ഓരോ ക്വസ്റ്റ്യൻസും വരുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ഓൾറെഡി അറിയുന്നതാണോ നോക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്യുക, ആൻസർ ആലോചിക്കുക. അപ്പോൾ അങ്ങനെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, വീഡിയോന്റെ അപ്പം തന്നെ പോസ് ചെയ്തിട്ട് ആൻസർ ആലോചിച്ചതിന് ശേഷം വീഡിയോ ബാക്കി കാണും. ഓക്കെ അല്ലേ? അപ്പോൾ ഹാർഡ്വെയറിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഹാർഡ്വെയറിന് എക്സാമ്പിൾസ് ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക. പ്രോസസ്സർ, മദർ ബോർഡ്, കീബോർഡ്, ഇതൊക്കെയാണ് ഹാർഡ്വെയറിന്റെ എക്സാമ്പിൾസ്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് സി പി യുവിന്റെ കോമ്പണൻസ് ആണ്. മക്കളെ, സി പി യുവിന്റെ ഫുൾ ഫോം സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ് ആണ്. ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്താന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഒരു കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നതാണ് സി പി യു എന്ന് പറയുന്നത്. സി പി യുവിന്റെ കോമ്പണൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത് 2021 3 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സി പി യുവിന് മെയിൻ ആയിട്ട് 3 കോമ്പണൻസ് ആണ് ഉള്ളത് അല്ലെ. അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, രജിസ്റ്റേഴ്സ്. അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? യെസ്, അരിത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളെ സി പി യുവിൻ്റെ ഉള്ളിൽ അരിത്തമാറ്റിക് എന്ന് പറഞ്ഞാൽ പ്ലസ്, മൈനസ്, സബ്ട്രാക്ഷൻ അല്ലെ, അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ പോലത്തെ അരിത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ആയിട്ടുള്ള പല രീതിയിലുള്ള കാൽക്കുലേഷൻസ് ചെയ്യുക. ലോജിക്കൽ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, അങ്ങനത്തെ പല സംഭവങ്ങളാണ്. അങ്ങനത്തെ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യുക സി പി യുവിന്റെ ഉള്ളിലുള്ള ALUവിൽ വെച്ചിട്ടാണ്. ഓക്കെ, പിന്നെ വരുന്ന കൺട്രോൾ യൂണിറ്റ് ആണ്. കൺട്രോൾ യൂണിറ്റ് ആണ് ബാക്കിയുള്ള എന്താ പറയാ ഫങ്ഷണൽ യൂണിറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് കമ്പ്യൂട്ടറിന്റെ സി പി യുവിനുള്ളിലുള്ള കൺട്രോൾ യൂണിറ്റ് ആണ് കമ്പ്യൂട്ടറിന്റെ ബാക്കിയുള്ള ഫങ്ഷണൽ യൂണിറ്റ്സിനെ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് മൂന്നാമതായിട്ട് വരുന്നത് രജിസ്റ്റേഴ്സ് ആണ്. രജിസ്റ്റേഴ്സിന്റെ ഡെഫിനിഷൻ വരുന്നത് ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷൻസ് ആണ് അല്ലെ. അതായത് കമ്പ്യൂട്ടറിന്റെ സി പി യുവിൻ്റെ ഉള്ളിൽ താൽക്കാലികമായിട്ട്, ടെമ്പററി എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് ഡാറ്റയും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്മോൾ മെമ്മറീനെയാണ്, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള മെമ്മറീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സി പി യുവിന്റെ 3 പാർട്സ് ചോദിച്ചാൽ ഇതാണ്. സി പി യു എന്ന് ചോദിച്ചാലും പ്രോസസ്സർ എന്ന് ചോദിച്ചാലും മൈക്രോ പ്രോസസ്സർ എന്ന് ചോദിച്ചാലും ഒക്കെ സംഭവം സെയിം തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കുറച്ച് കാര്യങ്ങൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടാവും. കാരണം ഞാൻ ഈ വീഡിയോ കാണുന്നവർക്ക് ഗ്യാരണ്ടി ചെയ്യുന്നത് A+ ആണ്, അല്ലെങ്കിൽ ഫുൾ മാർക്ക് എന്നുള്ള രീതിയാണ്. അപ്പോൾ അത്രയും മാർക്ക് നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? പഠിക്കേണ്ടി വരും. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ടെമ്പററി സ്റ്റോറേജ് ലൊക്കേഷൻ ഇൻസൈഡ് സി പി യു എന്താണെന്ന് 2023 മോഡൽ എക്സാമിനും എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? രജിസ്റ്റേഴ്സ് ആണ് അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് രജിസ്റ്റേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് സി പി യുവിൽ എന്തൊക്കെ ടൈപ്പ് രജിസ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് പരീക്ഷയ്ക്ക് വരാറുണ്ട്. കമ്പ്യൂട്ടറിൽ ഉള്ള മെയിൻ ആയിട്ടുള്ള രജിസ്റ്റേഴ്സ് ആണ് അക്യുമുലേറ്റർ, പിന്നെ മെമ്മറി അഡ്രസ് രജിസ്റ്റർ, ഇതിനെ ഷോർട്ടായിട്ട് MAR എന്ന് വിളിക്കാം. മെമ്മറി ബഫർ രജിസ്റ്റർ, ഷോർട്ടായിട്ട് MBR എന്ന് വിളിക്കുക. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ IR എന്ന് വിളിക്കുക. പ്രോഗ്രാം കൗണ്ടർ PC എന്ന് വിളിക്കുക. രജിസ്റ്റേഴ്സിന്റെ പേര് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. രജിസ്റ്റേഴ്സിന്റെ പേര് എഴുതാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത് മാത്രമല്ല ഏതെങ്കിലും 2 ടൈപ്പ് രജിസ്റ്റേഴ്സ് അല്ലെങ്കിൽ 3 ടൈപ്പ് രജിസ്റ്റേഴ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കാറുണ്ട്. അപ്പൊ ഈ രജിസ്റ്റേഴ്സ് ഓരോന്നും ചെയ്യുന്ന ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. അക്യുമുലേറ്റർ എന്താ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അരിത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുക ALUവിൽ വെച്ചിട്ടാണ്. അപ്പൊ ALUവിൽ വെച്ചിട്ട് ആ കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ ആ കാൽക്കുലേഷൻസിന്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത് എവിടെയായിരിക്കും? സി പി യുവിനുള്ളിലുള്ള അക്യുമുലേറ്ററിലായിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു രജിസ്റ്റർ ആണ് MAR, മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ഒന്നുമില്ല മക്കളെ, വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അതായത് കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ കുറേ ലൊക്കേഷൻസ് ഉണ്ടാവും. കമ്പ്യൂട്ടറിന്റെ മെമ്മറി ആയിട്ടുള്ള റാമിൽ കുറേ സ്റ്റോറേജ് ലൊക്കേഷൻസ് ഉണ്ടാവും. അപ്പൊ ഇപ്പൊ നിലവിൽ ഏത് ലൊക്കേഷനാണ് ആക്റ്റീവ് ആയിട്ട് കിടക്കുന്നത്? ആ ആക്റ്റീവ് ആയിട്ട് കിടക്കുന്ന മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ്സ്, ഓരോ ലൊക്കേഷനും ഓരോരോ അഡ്രസ്സ് ഉണ്ടാവും. ആ ആക്റ്റീവ് മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്റർ ആണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ. മെമ്മറി ബഫർ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ സെയിം സംഭവം തന്നെ, ആക്റ്റീവ് മെമ്മറി ലൊക്കേഷൻ തന്നെ. പക്ഷെ ആക്റ്റീവ് മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് അല്ല മെമ്മറി ബഫറിൽ സ്റ്റോർ ചെയ്യുന്നത്. ബഫർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഡാറ്റയാണ്. അതായത് ആക്റ്റീവ് മെമ്മറി ലൊക്കേഷന്റെ ഡാറ്റയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്നത്. അടുത്തത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് സി പി യുവിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രോസസ്സറിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ IRൽ എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്നത്. പ്രോഗ്രാം കൗണ്ടറിൽ പക്ഷേ സ്റ്റോർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ടുള്ള, ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ഒരു വേർഡാണ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അഡ്രസ് ആണ് എന്ത് ചെയ്യുന്നത്? പ്രോഗ്രാം കൗണ്ടറിൽ സ്റ്റോർ ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിൽ പ്രോഗ്രാം കൗണ്ടറിൽ സ്റ്റോർ ചെയ്യുന്നത് അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് അല്ല, ആ ഇൻസ്ട്രക്ഷൻസിന്റെ അഡ്രസ് ആണ്. ഓക്കെ, ഏത് ഇൻസ്ട്രക്ഷൻ ആണോ അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അതിന്റെ അഡ്രസ് ആണ്
പ്രോഗ്രാം കൗണ്ടറിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ CPU രജിസ്റ്റേഴ്സിന്റെ ഫംഗ്ഷൻസ് പഠിക്കുക. ചിലപ്പോൾ ഫംഗ്ഷൻസ് തന്നെ എഴുതാൻ ചോദിക്കണമെന്നില്ല. ഇപ്പോ 2025 മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് സ്റ്റോർ ചെയ്യേണ്ട രജിസ്റ്റർ ഏതാണ് ഓപ്ഷൻസ് ഒക്കെ തന്നിട്ട് ചോദിക്കും. ചിലപ്പോൾ ഓപ്ഷൻസ് തരാതെ ചോദിക്കും. അപ്പൊ ഏത് രജിസ്റ്റർ ആണ് ഇന്ന കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിൽ അവർ ചോദിക്കും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പ്രോഗ്രാം കൗണ്ടർ ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊരു ചോദ്യം, ഇത് കുറച്ച് മുന്നേ ചോദിച്ച ചോദ്യമാണ്, അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ നമ്മൾ ഒരു A+ ഒക്കെ നോക്കുന്ന കുട്ടിയാണെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. അതായത് നെയിം എനി 4 പാർട്സ് ഓഫ് ദ മദർ ബോർഡ്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനിയുള്ള ദിവസങ്ങൾ എക്സാം നിങ്ങൾക്ക് അടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിൾ ആണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. വെറുതെ പോയിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വേറെ ഭയങ്കരമായിട്ടുള്ള ടെക്സ്റ്റ് കംപ്ലീറ്റ് വായിക്കുക, അതിലൊന്നും ഇനി നമുക്ക് ടൈമില്ല. നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത് 2018 ചോദിച്ച ചോദ്യമാണെങ്കിലും ഒരുപക്ഷെ വീണ്ടും ചോദിക്കാവുന്നതാണ്. അപ്പൊ മദർ ബോർഡിന്റെ പ്രധാനപ്പെട്ട 4 പാർട്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നുമില്ല, ഇതാണ് മദർ ബോർഡ് എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ 4 പാർട്സ് CPU കണക്ട് ചെയ്യാനുള്ള ഒരു സോക്കറ്റ് ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ പെറിഫറൽ ഡിവൈസുകൾ കണക്ട് ചെയ്യാനുള്ള കുറെ പോർട്ടുകൾ ഉണ്ടാവും. ഇപ്പോൾ USB പോർട്ട് എന്ന് പറഞ്ഞാൽ കുറെ പോർട്ടുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ എക്സ്പാൻഷൻ സ്ലോട്ട്സ്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിലേക്ക് ഒരു എക്സ്ട്രാ മെമ്മറി ഒക്കെ ആഡ് ചെയ്യണം, എക്സ്ട്രാ റാം ഒക്കെ ആഡ് ചെയ്യണം. അപ്പൊ അത് കണക്ട് ചെയ്യാനുള്ള എക്സ്പാൻഡ് ചെയ്യാനുള്ള സ്ലോട്ടുകൾ ഉണ്ടാവും. പിന്നെ പവർ കണക്ട് ചെയ്യാനുള്ള പവർ കണക്ടർ ഉണ്ടാവും. ഇതാണ് മദർ ബോർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 പാർട്സ്. ഇത് പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ചതാണ്. എന്നാൽ പരീക്ഷയ്ക്ക് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. അതായത് മദർ ബോർഡ് എന്താന്നൊക്കെ ചോദിക്കും. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റിയ ഒരു ആൻസർ ആണ്, ഇതൊരു ലാർജ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ആണ്. ഈ കാണുന്ന സാധനത്തിനെയാണ് നമ്മൾ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്ന് പറയുന്നത്. ടു വിച്ച് ഓൾ മേജർ കമ്പോണൻസ് അല്ലെ, അതായത് നമ്മളെ പ്രോസസർ അടക്കമുള്ള എല്ലാ കമ്പോണൻസും ഇന്റഗ്രേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ലാർജ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡാണ് മദർ ബോർഡ് എന്ന് പറയുന്നത്. ഈ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് ചിലപ്പോൾ നിങ്ങളോട് PCBന്റെ ഫുൾ ഫോം എന്താന്നൊക്കെ ചോദിക്കും. അന്നേരം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് എന്നല്ല ആൻസർ ചെയ്യേണ്ടത്, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്നാണ്. ഓക്കെ, പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ് എന്നാണ് മദർ ബോർഡിന്റെ ഫുൾ ഫോം. മദർ ബോർഡിന്റെ ഒരു ഡെഫിനിഷൻ ഒരു ലാർജ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡാണ്. പ്രോസസർ അടക്കമുള്ള എല്ലാ പാർട്സും, അതായത് കമ്പ്യൂട്ടറിന്റെ എല്ലാ പാർട്സും നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക മദർ ബോർഡിലാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ അടുത്തൊരു ചോദ്യം കണ്ടേ, HDMIന്റെ ഫുൾ ഫോം. എന്താ HDMIന്റെ ഫുൾ ഫോം? ഇത് 2023 ഫൈനൽ എക്സാമിൽ ചോദിച്ചതാണ്. HDMIന്റെ ഫുൾ ഫോം ആണ് ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇന്റർഫേസ്. ഇതുപോലെ ഫുൾ ഫോം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് USB-യുടെ ഫുൾ ഫോം യൂണിവേഴ്സൽ സീരിയൽ ബസ് ആണ്. മക്കളെ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയാ പഠിക്കുന്നതെന്ന് അറിയോ? പോർട്ട് എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് ഇതുപോലത്തെ ടോപ്പിക്സ് നമ്മൾ പറയുന്നത് അല്ലെ. USB പോർട്ട് എന്ന് പറഞ്ഞാൽ എന്തിനാ ഉപയോഗിക്കുന്നത് മനസ്സിലാക്കി വെച്ചോ. കീബോർഡും മൗസും പ്രിന്ററും ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. പരീക്ഷയ്ക്ക് ചോദിക്കുക പോർട്ടുകളെ പറ്റിയിട്ട് ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒന്നുകിൽ ഒരു പോർട്ട് എന്തിന് ഉപയോഗിക്കുന്നു ചോദിക്കും അല്ലെ. USB പോർട്ടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ കീബോർഡ് മൗസ് പ്രിന്റർ ഒക്കെ കണക്ട് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. HDMI പോർട്ട് ഉപയോഗിക്കുന്നത് പ്രൊജക്ടർ കണക്ട് ചെയ്യാനാണ്. HDMI പോർട്ട് ഉപയോഗിക്കുന്നത്. HDMIന്റെ ഫുൾ ഫോം നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടേ ഉള്ളൂ, പ്രൊജക്ടർ കണക്ട് ചെയ്യാനാണ്. VGA പോർട്ട് എന്തിനാ ഉപയോഗിക്കുന്നത്? മോണിറ്ററും പ്രിന്ററും. അതായത് ഈ ഒരു പോർട്ടാണ് VGA പോർട്ട്. ഇത് ഉപയോഗിക്കുന്നത് മോണിറ്ററും പ്രിന്ററും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. IBMന്റെ PS/2 എന്ന് പറയുന്ന ഒരു ഉരുണ്ട ഈ ടൈപ്പ് പോർട്സ് ഉണ്ടായിരുന്നു. കീബോർഡ് മൗസ് കണക്ട് ചെയ്യാനാണ് ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കുറച്ച് മുന്നേ ഉപയോഗിച്ചാണ്. ഇപ്പൊ ഇതിനൊക്കെ കീബോർഡ് മൗസ് ഒക്കെ കണക്ട് ചെയ്യാൻ നമ്മളിപ്പോൾ USB പോർട്ടുകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതർനെറ്റ് ഓർ LAN പോർട്ട്. ഈ LAN എന്ന് പറയുന്ന പേരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും, നെറ്റ്വർക്ക് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു പോർട്ടില്ലേ, ഈ നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ ഈ LAN കേബിള്, ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പോർട്ടാണ് നെറ്റ്വർക്ക്. നമ്മുടെ കമ്പ്യൂട്ടറിൽ നെറ്റ്വർക്ക് കണക്ടിവിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പോർട്ടാണ് LAN പോർട്ട്. ഈ LAN പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന ഈ ഒരു കേബിൾ ഉണ്ട്. ഈ കേബിളിന് നമ്മൾ പ്രത്യേക ഒരു പേര് പറയും. ഇത് ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, RJ45 കണക്ടർ എന്നാണ്. ഓക്കെ, LAN പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന കേബിളിന് പറയാം RJ45 കണക്ടർ എന്നാണ്. അപ്പോൾ ഓരോ പോർട്ടും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു കറക്റ്റ് പഠിച്ചു വെക്കുക, പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ ഏതിൻ്റെങ്കിലും ഫുൾ ഫോം ഉണ്ടെങ്കിൽ അതും പഠിക്കുക. USB-ന്റെ ഫുൾ ഫോം പഠിക്കണം, HDMI-ന്റെ ഫുൾ ഫോം പഠിക്കണം, അതുപോലെ തന്നെ VGA-ന്റെ ഫുൾ ഫോം പഠിക്കണം കേട്ടോ. എന്താണ്? വിഷ്വൽ ഗ്രാഫിക്സ് അറേ എന്നാണ്. ഓക്കെ, അങ്ങനെയാണ് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ച ചോദ്യം കണ്ടോ. ഇത് 1 മാർക്കിന് മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പ്രൊജക്ടർ കണക്ട് ചെയ്യാൻ ഇതിൽ ഏതാ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. USB പോർട്ട് അല്ല, PS/2 പോർട്ട് അല്ല, അത് കീബോർഡ് മൗസ് കണക്ട് ചെയ്യാനാണ്. പാരലൽ പോർട്ട് അല്ല. പാരലൽ പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ പ്രിന്റേഴ്സ് ഒക്കെ കണക്ട് ചെയ്യാൻ മുന്നേ ഉപയോഗിച്ച ഒരു പോർട്ടായിരുന്നു. പാരലൽ പോർട്ടും സീരിയൽ പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, സീരിയൽ പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബിറ്റ് അറ്റ് എ ടൈമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. പാരലൽ പോർട്ടിന് കുറെ ബിറ്റ്സ് അറ്റ് എ ടൈം ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇതിന്റെ ആൻസർ ഏതാണെന്ന് വെച്ചാൽ VGA പോർട്ടാണ് അല്ലെ. പ്രൊജക്ടർ കണക്ട് ചെയ്യാൻ VGA പോർട്ടാണ് ഉപയോഗിക്കുന്നത്. ഏതാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടർ കേപ്പബിൾ ഓഫ് ഡിജിറ്റൽ കണക്ടർ കേപ്പബിൾ ഓഫ് ട്രാൻസ്മിറ്റിംഗ്
ഹൈ ഡെഫിനിഷൻ വീഡിയോ ആൻഡ് ഓഡിയോ ഓവർ എ സിംഗിൾ കേബിൾ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. ഇത് 2020 മോഡൽ എക്സാമിന് 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ HDMI ആണ് മക്കളെ. HDMIയുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണിത്. അതായത് HD വീഡിയോയും ഓഡിയോയും എന്ത് ചെയ്യാൻ പറ്റും? HDMIന്റെ കേബിളിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത് HDMIന്റെ കേബിളിന്റെ ഒരു പ്രത്യേകതയാണെന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് ഇവിടെ വരുന്നത് പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും തമ്മിൽ ഡിഫറൻസ് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. പ്രൈമറി മെമ്മറീസ് മെയിൻ മെമ്മറിയാണ്, ഇത് ഓക്സിലറി മെമ്മറിയാണ്. ഓക്സിലറി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇത് എഡീഷണൽ ആയിട്ടുള്ള മെമ്മറി എന്നുള്ളതാണ്. അതായത് നിർബന്ധമൊന്നുമില്ല, ഒരു എഡീഷണൽ മെമ്മറി എന്നുള്ള രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത്. പ്രൈമറി മെമ്മറിയിൽ കുറച്ച് ഡാറ്റ മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ അല്ലേ, ലോ സ്റ്റോറേജ് കപ്പാസിറ്റി ആണ്. എന്നാൽ ഇവിടെ ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി ആണ്. ഇത് ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇത് പെർമനന്റ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇത് വൊളറ്റൈൽ ആണ്. പ്രൈമറി എന്ന് പറഞ്ഞാൽ വൊളറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പവർ ഓഫ് ആയി എന്ന് വിചാരിച്ചോ, കമ്പ്യൂട്ടർ അങ്ങ് ഓഫായി പോയി. പവർ ഓഫ് ആയാൽ ഈ പ്രൈമറി മെമ്മറിയിലുള്ള ഡാറ്റ മൊത്തം എന്തായി പോകും? ലോസ് ആയി പോകും. ഡാറ്റ മൊത്തം നഷ്ടപ്പെട്ടു പോകും. അതാണ് വൊളറ്റൈൽ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അത് ടെമ്പററി എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. എന്നാൽ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ നോൺ വൊളറ്റൈൽ ആണ്. എന്ന് പറഞ്ഞാൽ പവർ ഓഫ് ആയാലും ഡാറ്റ എന്ത് ചെയ്യില്ല, നഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പെർമനന്റ് എന്നും കൂടെ പറയുന്നത്. എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ റാമും റോമും ക്യാഷും ആണ് പ്രൈമറി മെമ്മറിയിൽ വരുന്നത്. സെക്കൻഡറി മെമ്മറിയിൽ ഹാർഡ് ഡിസ്ക്, CD, DVD പോലത്തെ കാര്യങ്ങളാണ് എക്സാമ്പിൾസ്. പ്രൈമറി മെമ്മറിന്റെ സെക്കൻഡറി മെമ്മറിന്റെ ഡിഫറൻസ് ഒരു 2-3 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക ഈ പോയിന്റ്സ്. ഓക്കെ, അത് മാത്രമല്ല ഇതിനെപ്പറ്റി essay വരെ പരീക്ഷയ്ക്ക് മുന്നേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഐഡിയ ഉണ്ടാക്കിയിട്ട് പോകണം നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ. പ്രൈമറി മെമ്മറി സെക്കൻഡറി മെമ്മറി കറക്റ്റ് ഐഡിയ ഉണ്ടാക്കിയിട്ട് പോകണം. പ്രൈമറി മെമ്മറിയിൽ റാമും റോമും ക്യാഷും ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ റോം തന്നെ 3 ടൈപ്സ് ഉണ്ട്, റോം, EEPROM, EEPROM. അതുപോലെ തന്നെ സെക്കൻഡറി മെമ്മറിയും വീണ്ടും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിനെ മാഗ്നറ്റിക് മെമ്മറി, മാഗ്നറ്റിന്റെ ശക്തി വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ അല്ലേ. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ മെമ്മറി. ഒപ്റ്റിക്കൽ മെമ്മറി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ലൈറ്റ് ഉണ്ടാവില്ലേ, ലൈറ്റ്. ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ്, ലൈറ്റിന്റെ ടെക്നോളജി വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സെമി കണ്ടക്ടർ മെമ്മറി, ഇതിനെ നമ്മൾ ഫ്ലാഷ് മെമ്മറി എന്നും കൂടെ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് ഇതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഈ മാഗ്നറ്റിക് മെമ്മറിയിൽ മാഗ്നറ്റിക് ടേപ്പും ഹാർഡ് ഡിസ്കും ആണ് വരുന്നത്. ഓപ്റ്റിക്കൽ മെമ്മറിയിൽ CD-യും DVD-യും, അതുപോലെ തന്നെ മൂന്നാമതായിട്ട് നമുക്ക് ഒന്നും കൂടെ ഉൾപ്പെടുത്താൻ അറിയും. മൂന്നാമതായിട്ട് ഒന്നും കൂടെ ഉണ്ട്, ബ്ലൂറേ ഡിസ്ക്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ഒപ്റ്റിക്കൽ മെമ്മറിയിൽ വരുന്നത്. സെമി കണ്ടക്ടർ മെമ്മറിയിൽ USB ഫ്ലാഷ് ഡ്രൈവ്, USB അതായത് ഉദ്ദേശിക്കുന്ന പെൻ ഡ്രൈവ്, വേറൊന്നുമല്ല, പെൻ ഡ്രൈവും മെമ്മറി കാർഡും ആണ് ഫ്ലാഷ് മെമ്മറിയിൽ അല്ലെങ്കിൽ സെമി കണ്ടക്ടർ മെമ്മറിയിൽ വരുന്നത്. കറക്റ്റായിട്ട് ഐഡിയ ഉണ്ടാക്കിയിട്ട് പോകണം. കാരണം ഇങ്ങനൊക്കെ ക്വസ്റ്റ്യൻസ് മെമ്മറിന്റെ ഭാഗത്ത് പലതവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പ്രൈമറി മെമ്മറിയിൽ എന്തൊക്കെ മെമ്മറിയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ എഴുതണം? റാമും എഴുതണം, റോമും എഴുതണം, ക്യാഷും എഴുതണം. അത് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് കൂടെ എഴുതി വെക്കണം. റാം ഉപയോഗിക്കുന്നത് എന്തിനാ? എടാ നിങ്ങളെ ഫോണിലൊക്കെ റാം ഉണ്ടാവില്ലേ? റാം എന്തിനാ ഉപയോഗിക്കുന്നത്? അതായത് നമ്മളെ ഫോണിന്റെ അല്ലെങ്കിൽ നമ്മളെ കമ്പ്യൂട്ടറിനെ വെച്ചിട്ട് പറയാം. കമ്പ്യൂട്ടറിന്റെ CPU-ന് പ്രോസസ്സ് ചെയ്യാനുള്ള എല്ലാ ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും നിർബന്ധമായിട്ടും ഇവിടെ സ്റ്റോർ ചെയ്യണം, റാമിൽ സ്റ്റോർ ചെയ്യണം. അത് സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. എന്നാൽ റോം എന്താണ്? റോം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി വെച്ചോ. അതായത് കമ്പ്യൂട്ടറിന്റെ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം ഉണ്ട്. കമ്പ്യൂട്ടർ ഓൺ ആയി വരുന്നില്ലേ, സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രോഗ്രാമിന് നമ്മൾ ബൂട്ടപ്പ് പ്രോഗ്രാം എന്നാ പറയാം. അത് സ്റ്റോർ ചെയ്ത് വെക്കാനാണ് റോം സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ബൂട്ടപ്പ് പ്രോഗ്രാമിന് ഒരു സ്പെഷ്യൽ പേര് പറയും, അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോ. ബയോസിന്റെ ഫുൾ ഫോം ആണ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് പ്രൈമറി മെമ്മറിയിൽ വരുന്ന ക്യാഷ് ആണ്. ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക, സ്മോൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ പ്രോസസർ ആൻഡ് റാം. അതായത് നിങ്ങൾക്കറിയാം നമ്മളെ CPU അല്ലെങ്കിൽ പ്രോസസർ ആണ് കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് നടക്കുന്ന CPU-ൽ വെച്ചിട്ടാണ്. എന്നാൽ കമ്പ്യൂട്ടറിന്റെ മെമ്മറി എന്താന്ന് ചോദിച്ചാൽ റാം ആണ് അല്ലെ. അപ്പോൾ CPU-ന് റാമിൽ നിന്ന് ഡാറ്റ എടുക്കേണ്ടി വരും, റാമിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ CPU-യും റാമും തമ്മിൽ പക്ഷേ ഇന്ററാക്ഷൻ ചെയ്യുമ്പോൾ കുറച്ച് സ്ലോ ആണ്, റാം കുറച്ച് സ്ലോ ആണ്. അതായത് CPU-ന് റാം ആക്സസ് ചെയ്യുന്നതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട്, അതായത് CPU റാമിനെ ആക്സസ് ചെയ്യുന്നതിലും ഫാസ്റ്റ് ആയിട്ട് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. അതുകൊണ്ടാണ് പറയുന്നത് ബിറ്റ്വീൻ പ്രോസസർ ആൻഡ് റാം. പ്രോസസർ റാമിനെ ആക്സസ് ചെയ്യുന്നതിലും ഫാസ്റ്റ് ആയിട്ട് പ്രോസസറിനെ ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. അപ്പൊ നമ്മൾ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാൽ, പ്രോസസറിന് ഫാസ്റ്റ് ആയിട്ട് ക്യാഷിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീക്വന്റ് ആയിട്ട് ആക്സസ് ചെയ്യേണ്ട സാധനങ്ങൾ, അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവശ്യം വരുന്ന ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ഒക്കെ എങ്ങോട്ടേക്ക് വെക്കും? ക്യാഷ് മെമ്മറിയിൽ അങ്ങ് എടുത്തു വെക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും വെച്ചാൽ, ക്യാഷ് മെമ്മറി അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് കൂട്ടാൻ പറ്റും. അതായത് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയ ക്യാഷ് മെമ്മറിയിൽ കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ സ്പീഡ് അല്ലെങ്കിൽ പെർഫോമൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലെ. നിങ്ങൾ കാണുന്നില്ലേ ഇപ്പോൾ ഈ ഫാർമസിയിലൊക്കെ ഗവൺമെന്റ്
ഗവൺമെന്റ് ഹോസ്പിറ്റലിനൊക്കെ മരുന്ന് കൊടുക്കുന്ന ആളുകൾ, അവർക്ക് അറിയാം സ്ഥിരമായിട്ട് പോകുന്ന മരുന്നുകൾ ഇതൊക്കെയാണ്. അപ്പൊ അവരെ മുന്നിൽ തന്നെ ആ മരുന്നുകൾ വെക്കും. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് എടുത്തു കൊടുക്കാൻ പറ്റും. അതേപോലെയാണ് പ്രോസസ്സറിന് ഇങ്ങനെ ഇടക്കിടക്ക് ഫ്രീക്വന്റ് ആയിട്ട് ആവശ്യം വരുന്ന ഡാറ്റ ഇൻസ്ട്രക്ഷൻസും കാഷിൽ വെച്ച് കഴിഞ്ഞാൽ സ്പീഡ് കൂട്ടാൻ പറ്റും, പെർഫോമൻസ് കൂട്ടാൻ പറ്റും. അതിനാണ് കാഷ് മെമ്മറി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ പ്രൈമറി മെമ്മറിയിൽ 3 കാര്യങ്ങളുണ്ട്. അതിന്റെ ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, വൺ വേർഡ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. സ്മോൾ ആൻഡ് ഫാസ്റ്റ് മെമ്മറി ബിറ്റ്വീൻ പ്രോസസർ ആൻഡ് റാം ഏതാന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടും ഉണ്ടാവരുത്, അത് കാഷ് മെമ്മറിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കാഷ് മെമ്മറിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ഇത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്, കാഷ് മെമ്മറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പഠിച്ചു വെക്കുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോം ഞാൻ നേരത്തെ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാമബിൾ റോം, ഇറൈസബിൾ പ്രോഗ്രാമബിൾ റോം, ഇലക്ട്രിക്കലി ഇറൈസബിൾ പ്രോഗ്രാമബിൾ റോം. പരീക്ഷയ്ക്ക് ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിന് വരിക. അപ്പോൾ 3 ടൈപ്പ് റോം പഠിച്ചു വെക്കുക. പ്രോഗ്രാമബിൾ റോം എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം മാത്രമേ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. അത് മാനുഫാക്ചർ ചെയ്യുമ്പോൾ, അത് ഉണ്ടാക്കുമ്പോൾ പ്രോഗ്രാം ചെയ്യുന്നതാണ്. എന്നാൽ ഇറൈസബിൾ പ്രോഗ്രാമബിൾ റോം എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് UV റേഡിയേഷനിൽ കുറച്ച് സമയം വെയിലത്ത് വെച്ചാൽ ആ റോമിലുള്ള ഡാറ്റ ഇറൈസ് ആയി പോകും. അങ്ങനെ ഇറൈസ് ചെയ്തിട്ട് വീണ്ടും പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന റോമിനെയാണ് ഇറൈസബിൾ പ്രോഗ്രാമബിൾ റോം എന്ന് പറയാം. എന്നാൽ ഈ പ്രോം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ഇറൈസബിൾ. ഇവിടെ എങ്ങനെ ഇറൈസ് ചെയ്യുന്നത്? UV റൈസ് ഉപയോഗിച്ചിട്ടല്ലേ. എന്നാൽ ഈ പ്രോം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ആണ് ഇറൈസ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന റോമിനെയാണ് ഇലക്ട്രിക്കലി ഇറൈസബിൾ പ്രോഗ്രാമബിൾ റോം എന്ന് വിളിക്കുന്നത്. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ് ഈ ചാപ്റ്ററിന്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് റാമിന്റെയും റോമിന്റെയും ഡിഫറൻസ്. ഇത് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട്, ഇത് എവിടെയൊക്കെ ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. റാം ഫാസ്റ്റ് ആണ്, റോം കുറച്ച് സ്ലോ ആണ്. റാമിൽ റീഡിങ്ങും റൈറ്റിങ്ങും ചെയ്യാൻ പറ്റും. റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ റാമിലുള്ള ഡാറ്റ ഇങ്ങോട്ട് എടുക്കുക, ഐ മീൻ CPU ലോഡ് ചെയ്തെടുക്കുക, അതാണ് റീഡിങ്. റൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ റാമിലേക്ക് അങ്ങോട്ട് എന്തെങ്കിലും സ്റ്റോർ ചെയ്യുക, അതാണ് റൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. ഓക്കെ, 2 പോസിബിൾ ആണ്. റോമിൽ റീഡിങ് മാത്രമേ പറ്റുള്ളൂ. ആൻഡ് റാം വോളറ്റൈൽ ആണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പവർ ഓഫ് ആയ ഡാറ്റ ലോസ് ആയി പോകും. എന്നാൽ റോം എന്താണ്? നോൺ വോളറ്റൈൽ ആണ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പ്രൈമറി മെമ്മറിന്റെ കാര്യത്തിൽ. നമ്മൾ പറഞ്ഞ എന്താ? പ്രൈമറി മെമ്മറി വോളറ്റൈൽ ആണെന്നാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ പ്രൈമറി മെമ്മറി വോളറ്റൈൽ ആണ്. പക്ഷെ അതിൽ ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്. ഇത് ചെറിയൊരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ റാം വോളറ്റൈൽ ആണ്. പക്ഷേ നമ്മളെ റോം എന്താണ്? റോം നോൺ വോളറ്റൈൽ ആണ്. അതായത് റോം നോൺ വോളറ്റൈൽ ആണ് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രൈമറി മെമ്മറി വോളറ്റൈലും സെക്കൻഡറി മെമ്മറി എന്തുവാന്നാ പറഞ്ഞേ? നോൺ വോളറ്റൈൽ ആണെന്നാണ് പറഞ്ഞത്. സെക്കൻഡറി മെമ്മറി നോൺ വോളറ്റൈൽ ആണ്. അപ്പൊ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക, പ്രൈമറി മെമ്മറി വോളറ്റൈൽ ആണെങ്കിലും പ്രൈമറി മെമ്മറിയിലുള്ള റാം വോളറ്റൈൽ ആണ്, പക്ഷെ റോം എന്താണ്? നോൺ വോളറ്റൈൽ ആണ്. അതൊരു എക്സെപ്ഷണൽ കേസാണ്. സെക്കൻഡറി മെമ്മറി മൊത്തത്തിൽ എന്താണ്? നോൺ വോളറ്റൈൽ ആണ്. ഓക്കെ, കാര്യങ്ങൾ ആലോചിച്ച് നോക്ക്. റോം നോൺ വോളറ്റൈൽ അല്ലായിരുന്നെങ്കിൽ, ഒരു പ്രാവശ്യം നമ്മൾ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്തു, റോമിലുള്ള പ്രോഗ്രാം മൊത്തം നഷ്ടപ്പെട്ടു പോയാൽ, അല്ലെ, പവർ ഓഫ് ആയ ഡാറ്റ നഷ്ടപ്പെടരുതല്ലോ. അതാണ് റോമിന്റെ പ്രത്യേകത. കാരണം റോമിലുള്ള ഡാറ്റ മൊത്തം നഷ്ടപ്പെട്ടാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് റോം നോൺ വോളറ്റൈൽ എന്ന് പറയുന്നത്. പിന്നെ സാധാരണ ഈ ചോദ്യം ചോദിക്കുമ്പോൾ 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെയാണ് ചോദിക്കാറുള്ളത്. ഒരു 3 പോയിന്റ് തന്നെ ധാരാളമാണ്. നിങ്ങൾക്ക് 4 പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ 2ന്റെ ഫുൾ ഫോം എഴുതിയാൽ മതി. റാമിന്റെ ഫുൾ ഫോം റാൻഡം ആക്സസ് മെമ്മറി, റോമിന്റെ ഫുൾ ഫോം റീഡ് ഓൺലി മെമ്മറി. പിന്നെ സെക്കൻഡറി മെമ്മറിന്റെ ക്ലാസിഫിക്കേഷൻ എഴുതാനൊക്കെ ചോദിക്കാം. സെക്കൻഡറി മെമ്മറി എന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഇത്. നമ്മൾ നേരത്തെ പറഞ്ഞു, മാഗ്നറ്റിക് ഉണ്ട്, ഒപ്റ്റിക്കൽ ഉണ്ട്, സെമി കണ്ടക്ടർ ഉണ്ട്. അതിൽ ഓരോന്നിലും ഏതൊക്കെ വരുന്നു എന്ന് എഴുതി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ ആയി. റെഡി ആണല്ലോ? ഈ ഫ്ലാഷ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ പെൻ ഡ്രൈവ് ആണ് ഉദ്ദേശിക്കുന്നത്, ഇത് മെമ്മറി കാർഡാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനൊക്കെ ഫുൾ ഫോം പഠിച്ചു വെക്കുക, ചിലപ്പോൾ 1 വേർഡും ചോദിക്കും. CD ഫുൾ ഫോം കോമ്പാക്ട് ഡിസ്ക്, DVD ഡിജിറ്റൽ വേഴ്സറ്റൈൽ ഡിസ്ക് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത് കറക്റ്റ് പഠിക്കുക കേട്ടോ. ഒപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ ടെക്നോളജി ആണെന്ന് എന്ത് ചെയ്തു വെച്ചോ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോ. പിന്നെ വേറെ ഒരു ചോദ്യം ഇവിടുന്ന് ചോദിക്കുന്നത് CD കപ്പാസിറ്റി ഒക്കെ മുന്നേ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. CD കപ്പാസിറ്റി എത്രയാന്ന് വെച്ചാൽ 700 MB ആണ്. അതുപോലെ തന്നെ DVD കപ്പാസിറ്റി 4.7 GB ആണ് കേട്ടോ. കറക്റ്റ് ആയിട്ട് പഠിക്കണേ. ഇത് DVD കപ്പാസിറ്റി ചോദിച്ചാൽ DVD കപ്പാസിറ്റി ചോദിച്ചാൽ 4.7 GB ആണ്. DVDക്ക് കുറച്ചും കൂടെ കപ്പാസിറ്റി ഉണ്ടാവും, അതാണ് DVDയുടെ പ്രത്യേകത. ബ്ലൂറേ ഡിസ്കിന്റെ കപ്പാസിറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ 25 GB ഉണ്ട്, അതുപോലെ തന്നെ 50 GB ഉള്ളതുണ്ട്. അതായത് ഈ ഒപ്റ്റിക്കൽ സ്റ്റോറേജിൽ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ളത് ബ്ലൂറേ ഡിസ്കിനാണ്. ഇത് 25 GB ആണെങ്കിൽ സിംഗിൾ ലേസർ ഡിസ്ക് ആണ്, 50 GB ആണ് ഡുവൽ ലേസർ ഡിസ്ക് ആണ്. ഓക്കെ, അതായത് ബേസിക് ആയിട്ട് അറ്റ്ലീസ്റ്റ് ഈ ക്ലാസിഫിക്കേഷൻ എങ്കിലും നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ആയിട്ടുണ്ടായിരിക്കണം.
പിന്നെ ഹാർഡ് ഡിസ്കിന്റെ ഒക്കെ അഡ്വാൻറ്റേജ് ഒക്കെ വേണമെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കട്ടോ. ഹാർഡ് ഡിസ്ക് ഭയങ്കര ഡ്യൂറബിൾ ആണ്, ഭയങ്കര കോസ്റ്റ് കുറവാണ്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. കമ്പയർഡ് ടു ഈ ടേപ്പും ഫ്ലോപ്പിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഹാർഡ് ഡിസ്ക് കുറച്ച് ഫാസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് തള്ളി വിടാൻ പറ്റും. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് മാത്രമേ ഇവിടുന്ന് വരുള്ളൂ. പിന്നെ കണ്ടോ, ഒരു 4 മാർക്ക് അല്ലെങ്കിൽ നിങ്ങളെ പരീക്ഷക്കൊക്കെ എസ് എ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള അതിന് വരെ കേപ്പബിലിറ്റി ഉള്ള ഒരു ഭാഗമാണ് മെമ്മറി എന്ന് പറയുന്നത്. വേരിയസ് ടൈപ്സ് ഓഫ് മെമ്മറീസ് ഇൻ കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ ഉദ്ദേശിച്ചത് മൊത്തത്തിൽ മെമ്മറിനെ പറ്റിയിട്ടാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, മെമ്മറി പ്രൈമറി മെമ്മറി സെക്കൻഡറി മെമ്മറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈമറി മെമ്മറി എന്ന് പറഞ്ഞാൽ ഒരു സെമി കണ്ടക്ടർ മെമ്മറിയാണ്, ഡിറക്റ്റ് ആയിട്ട് CPU ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാനാണെന്ന് പറയാം. പ്രൈമറി മെമ്മറിയിൽ റാമും റോമും ക്യാഷും ഉണ്ട്, അതിന്റെ ഫംഗ്ഷൻസ് അതിന്റെ ഡെഫിനിഷൻ എഴുതാം. സെക്കൻഡറി മെമ്മറിയിലെ മാഗ്നറ്റിക്, ഒപ്റ്റിക്കൽ, സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ടേപ്പ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഡിസ്കിന്റെ മേലെ മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ കോട്ടിങ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. അതിന് എക്സാമ്പിൾസ് എഴുതാം. ഒപ്റ്റിക്കൽ മെമ്മറി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ലേസർ ബീം ആണ് ഉപയോഗിക്കുന്നത്, അവിടെ അതിന് എക്സാമ്പിൾസ് എഴുതി വെക്കുക. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലി ഈ ഇറൈസബിൾ പ്രോഗ്രാമബിൾ റോം ചിപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ സെമി കണ്ടക്ടർ വർക്ക് ചെയ്യുന്നത്, അതിന് എക്സാമ്പിൾസ് എഴുതി വെക്കുക. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 5 മാർക്ക് കിട്ടും, ഒരു സംശയമില്ല. അപ്പം മെമ്മറി നന്നായിട്ട് പഠിക്കുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഇനി മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യമാണ്, നമുക്കൊരു 4 മെമ്മറി തന്നിട്ട് നമ്മളോട് ചോദിക്കും ഇതിനെ സ്പീഡിന്റെ ഓർഡറിൽ എഴുതുക, ഫാസ്റ്റസ്റ്റ് ടു സ്ലോവസ്റ്റ് എന്നുള്ള രീതിയിൽ എഴുതുക. അങ്ങനെ എഴുതാൻ പറഞ്ഞാൽ ഇതിൽ ഏതാ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറി? നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ടാവും, സാർ രജിസ്റ്റർ ആണോ ക്യാഷ് ആണോ ഏറ്റവും ഫാസ്റ്റ് മെമ്മറി? ഏറ്റവും ഫാസ്റ്റ് മെമ്മറി രജിസ്റ്റേഴ്സ് തന്നെയാണ്. ആലോചിക്കുക, കാരണം രജിസ്റ്റേഴ്സ് CPU ഉള്ളിൽ തന്നെ ഉള്ള ഒരു സാധനമാണ്. CPU ഉള്ളിൽ തന്നെയുള്ള ഒരു രജിസ്റ്ററിന്റെ സ്പീഡ് ഒരിക്കലും എന്തിന് കിട്ടൂല? ക്യാഷിന് കിട്ടൂല. കാരണം ക്യാഷ് CPU പുറത്താണ് അല്ലെ. നമ്മളെ വീട്ടിന്റെ അകത്ത് ഫ്രിഡ്ജ് ഉള്ളതും അപ്പുറത്തെ വീട്ടിൽ ഫ്രിഡ്ജ് ഉള്ളതും തമ്മിൽ വ്യത്യാസം ഉണ്ട് അല്ലെ. നമുക്ക് എപ്പം വേണേലും പെട്ടെന്ന് വീട്ടിന്റെ ഉള്ളിൽ ഫ്രിഡ്ജിന്റെ തുറന്നു നോക്കാം അല്ലെ, എടുത്ത് കഴിക്കാം. പക്ഷെ അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ആ രീതിയിൽ ആലോചിക്കുക, രജിസ്റ്റേഴ്സ് ആണ് കമ്പ്യൂട്ടറിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി. അത് കഴിഞ്ഞിട്ടേ എന്ത് വരുള്ളൂ? ക്യാഷ് വരുള്ളൂ. അത് കഴിഞ്ഞിട്ടേ എന്തുള്ളൂ? റാം ഉള്ളൂ. അത് കഴിഞ്ഞാലേ എന്തുള്ളൂ? ഹാർഡ് ഡിസ്ക് ഉള്ളൂ. അതായത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറി ഏതാന്ന് വെച്ചാൽ രജിസ്റ്റർ, ഏറ്റവും സ്ലോവസ്റ്റ് ഏതാന്ന് വെച്ചാൽ ഹാർഡ് ഡിസ്ക്. ആ രീതിയിൽ, അതായത് ഇതിനൊരു ഹൈറാർക്കി നമ്മൾ പറയുന്നുണ്ട്. അതായത് ഇപ്പൊ സ്പീഡിന്റെ കാര്യമാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് രജിസ്റ്റേഴ്സ്, പിന്നെ ക്യാഷ്, പിന്നെ റാം, പിന്നെ ഹാർഡ് ഡിസ്ക്. അപ്പൊ ഇത് ഏറ്റവും ഫാസ്റ്റ് ആണ്, ഇത് ഏറ്റവും ഫാസ്റ്റ്, പിന്നെ ഇത് ഏറ്റവും സ്ലോ, ഇത് ഏറ്റവും സ്ലോ. ഇനി ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങളോട് സ്പീഡിന്റെ ഓർഡറിൽ തന്നെ എഴുതാൻ ചോദിക്കണമെന്നില്ല, ചിലപ്പോൾ കോസ്റ്റിന്റെ ഓർഡറിൽ എഴുതാനും ചോദിക്കാം. അതായത് കോസ്റ്റ് ഏറ്റവും കൂടുതലും എന്തിന് തന്നെയാണ്? രജിസ്റ്റേഴ്സ്. അതായത് ഓക്കെ, സ്പീഡ് നോക്കുമ്പോൾ ഏറ്റവും നല്ല മെമ്മറി രജിസ്റ്റേഴ്സ് ആണ്, കാരണം രജിസ്റ്റേഴ്സ് ആണ് ഫാസ്റ്റ്. എന്നാൽ കോസ്റ്റ് നോക്കുമ്പോൾ ഏറ്റവും നല്ല മെമ്മറി രജിസ്റ്റേഴ്സ് അല്ല, ഹാർഡ് ഡിസ്ക് ആണ്. കാരണം നമുക്ക് കോസ്റ്റ് കുറയാണ് വേണ്ടത്, അപ്പോൾ ഏറ്റവും ലോ കോസ്റ്റ് വരുന്നത് എന്തിനാണ്? ഹാർഡ് ഡിസ്കിനാണ്. ഓക്കെ, ഏറ്റവും ഹൈ കോസ്റ്റ് വരുന്നത് എന്തിനാണ്? രജിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, താഴോട്ട് വരുമ്പോൾ കോസ്റ്റ് കുറഞ്ഞു വരും. ഏറ്റവും ഹൈ കോസ്റ്റ് രജിസ്റ്റേഴ്സ്, പൈസ കൂടിയത് രജിസ്റ്റേഴ്സ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള രജിസ്റ്റേഴ്സ്, ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് വരുന്ന ഹാർഡ് ഡിസ്കിനാണ്. ഇനിയിപ്പോൾ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട എന്താ? നല്ല കപ്പാസിറ്റി അല്ലേ, കൂടുതൽ കപ്പാസിറ്റി അല്ലേ. അപ്പൊ ഏറ്റവും കപ്പാസിറ്റി കൂടുതൽ എന്തിനാണ്? അത് നോക്കുമ്പോൾ കപ്പാസിറ്റിന്റെ കാര്യം നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഏതാണ്? ഹാർഡ് ഡിസ്ക് ആണ്. കാരണം ഹാർഡ് ഡിസ്കിനാണ് ഏറ്റവും കപ്പാസിറ്റി കൂടുതൽ. താഴോട്ട് വരുമ്പോൾ കപ്പാസിറ്റി കുറഞ്ഞു വരും. അതായത് ഏറ്റവും കമ്പ്യൂട്ടറിൽ കപ്പാസിറ്റി കുറഞ്ഞ മെമ്മറിയും രജിസ്റ്റേഴ്സ് ആണ്. രജിസ്റ്റേഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത രജിസ്റ്റേഴ്സ് ഫാസ്റ്റ് ആണെന്നുള്ളതാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ സ്പീഡ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെമ്മറി രജിസ്റ്റേഴ്സ് ആണ്, കാരണം അതിനാണ് ഏറ്റവും ഫാസ്റ്റ്. കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെമ്മറി ഹാർഡ് ഡിസ്ക് ആണ്, കാരണം അതാണ് ഏറ്റവും ലോ കോസ്റ്റ് വരുന്നത്. കപ്പാസിറ്റി നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് മെമ്മറി ഹാർഡ് ഡിസ്ക് ആണ്, കാരണം അതിനാണ് ഏറ്റവും ഹൈ കപ്പാസിറ്റി വരുന്നത്. ഇതിന് നമ്മൾ ആക്ച്വലി മെമ്മറി ഹൈറാർക്കിയിലാണ് നമ്മൾ പറയാം. അതായത് ശരിക്കും പറഞ്ഞാൽ ബെസ്റ്റ് മെമ്മറി ഏതാന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. കാരണം മെമ്മറി ഓരോ പ്രോപ്പർട്ടി നോക്കുമ്പോൾ ഓരോ മെമ്മറിയാണ് നല്ല മെമ്മറി ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ വേറൊരു ചോദ്യം. ഇത് മെമ്മറിന്റെ മെഷറിംഗ് യൂണിറ്റിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. 1 KB എത്ര ബൈറ്റ്സ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. 1024 ബൈറ്റിനെയാണ് 1 KB ആയിട്ട് പറയുന്നത്. അതായത് ഈ ഒരു ചാർട്ട് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇത് പരീക്ഷയ്ക്ക് ഇവിടുന്ന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ബൈനറി ഡിജിറ്റിന്റെ ഷോർട്ട് ഫോം ആയിട്ടാണ്. അതായത് നമുക്കറിയാം ബിറ്റ് എന്ന് പറയുമ്പോൾ 0 അല്ലെങ്കിൽ 1 മാത്രമേ വരുള്ളൂ. 4 ബിറ്റ്, ഇതുപോലത്തെ 4 ബിറ്റുകൾ ചേർന്നാലാണ് അതിനൊരു നിബിൾ എന്ന് വിളിക്കുന്നത്. 8 ബിറ്റുകൾ ചേർന്നാലാണ് ഒരു ബൈറ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അതായത് ഇപ്പൊ ഞാനിങ്ങനെ 0 1 0 0, ഇത് 4 ബിറ്റല്ലേ ഉള്ളൂ. 4 ബിറ്റിനെ ഒരു നിബിൾ എന്ന് വിളിക്കും. അങ്ങനെയാണ് ഇതുപോലത്തെ 0 1 1 1 1 1 0 0 എന്ന് പറയുന്ന 8 ബിറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ ഒരു ബൈറ്റ് എന്ന് വിളിക്കും. അതുപോലത്തെ 1024 ബൈറ്റുകൾ ചേർന്നാൽ ഒരു കിലോ ബൈറ്റ് KB എന്ന് നമുക്ക് വിളിക്കാം. 1024 KB ആണെങ്കിൽ അതൊരു MB ആയി, മെഗാബൈറ്റ്. 1024 MB ആയാൽ അതൊരു ജിഗാബൈറ്റ് ആയി, GB.
1024 GB ആയാൽ ഒരു ടെറാബൈറ്റ് ആയി TB. 1024 TB ആയാൽ ഒരു പെറ്റാബൈറ്റ് ആയി PB. അതായത് ഇവിടുന്ന് ഇതുപോലത്തെ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ KB-ൻ്റെതോ MB-ൻ്റെതോ GB-ൻ്റെ ഒക്കെ ഫുൾ ഫോം ചിലപ്പോൾ ചോദിക്കാം. അതും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. മക്കളെ, ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ചോദിച്ച ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും ഇവിടുന്ന് ചോദ്യം വരും. ഞാൻ പറഞ്ഞുതരാം. ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ, അതായത് ഇൻപുട്ട് ഡിവൈസുകൾ ഏതെങ്കിലും 5 ജസ്റ്റ് ലിസ്റ്റ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ള രീതിയിൽ 2015 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴായിട്ട് ജസ്റ്റ് ഇൻപുട്ട് ഡിവൈസിന്റെ പേര് എഴുതാൻ മാത്രമാണ് അധികം ചോദിക്കുന്നത്. ഇൻപുട്ട് ഡിവൈസ് ഏതെങ്കിലും 4 ഇൻപുട്ട് ഡിവൈസിന്റെ പേര് ജസ്റ്റ് ലിസ്റ്റ് ചെയ്യാനാണ് അധികം ചോദിക്കുന്നത്. പക്ഷെ എന്നാലും നിങ്ങളൊരു 4-5 ഇൻപുട്ട് ഡിവൈസിന്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. കീബോർഡ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നതാണ് അല്ലെ. അത് ആൽഫബറ്റും നമ്പേഴ്സും ഒക്കെ ക്യാരക്ടേഴ്സ് ഒക്കെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മൗസ് ഹാൻഡ് ഹെൽഡ് ഡിവൈസ് ആണ്. നമുക്ക് നമ്മളെ ഡിസ്പ്ലേ സ്ക്രീനിലുള്ള കഴ്സറിന്റെ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യാനാണ് മൗസ് ഉപയോഗിക്കുന്നത്. ലൈറ്റ് പെൻ എന്ന് പറയുന്നത് ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെ, സ്ക്രീനിന്റെ മേലെ ഇങ്ങനെ എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണെന്ന് മനസ്സിലാക്കുക. ടച്ച് സ്ക്രീൻ ഒക്കെ ആണല്ലോ, നമ്മളെല്ലാവരെയും ഫോൺ എന്താണ് ടച്ച് സ്ക്രീൻ ആണ്. അപ്പോൾ യൂസേഴ്സിന് ഡയറക്ട്ലി സ്ക്രീന് ടച്ച് ചെയ്തിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ ഡിവൈസ് ആണ്. ഗ്രാഫിക്സ് ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ അല്ലെ എന്താണ്, ഇതുപോലത്തെ ഒരു ഫ്ലാറ്റ് സാധനമാണ്. ഈ ടീച്ചേഴ്സ് ഒക്കെ ലൈവ് ഒക്കെ എടുക്കുമ്പോൾ ഇതുപോലത്തെ ഗ്രാഫിക്സ് ടാബ്ലറ്റുകളായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. ഓക്കെ, നമുക്ക് ഗ്രാഫിക്കൽ ഇമേജസ് ഒക്കെ വരക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് പഠിച്ചു വെക്കുക. ടച്ച് പാഡ് പിന്നെ നമ്മൾ മൗസിൽ കാണുന്ന ഈ സാധനം ഉണ്ടല്ലോ, മൗസിന് പകരം ലാപ്ടോപ്പിൽ കാണുന്ന ഈ ഇൻബിൽട്ട് സാധനം ഉണ്ടല്ലോ, ഇതാണ് ടച്ച് പാഡ്. ഓക്കെ, ഡിസ്പ്ലേ സ്ക്രീനിൽ ഉപയോഗിക്കുന്ന ഡിസ്പ്ലേ സ്ക്രീനിന്റെ മേലെയുള്ള മൗസ് പോയിന്ററിനെ കൺട്രോൾ ചെയ്യുന്ന പോയിന്റിംഗ് ഡിവൈസ്. അതായത് ബേസിക്കലി ലാപ്ടോപ്പിൽ ഉള്ള ഇൻബിൽട്ട് മൗസ്, അതാണ് ടച്ച് പാഡ്. പിന്നെ MICR ഫുൾ ഫോം. MICR ആക്ച്വലി ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. MICR ഫുൾ ഫോം എന്താ? മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നിഷൻ എന്നാണ്. അതായത് ഇതിന്റെ ഉപയോഗം പഠിച്ചു വെക്കുക. ഇത് ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. MICR ഉപയോഗമാണ്. MICR ഉപയോഗിക്കുന്നത് ബാങ്കുകളിൽ ഫാസ്റ്റ് ആയിട്ട് ചെക്ക് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാങ്കിൽ ഫാസ്റ്റ് ആയിട്ട് ചെക്ക് പ്രോസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് MICR എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അതായത് കുറെ ഡിവൈസുകൾ തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസ്, ഇതിൽ ഏതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസിൽ വരുന്നത് എന്നുള്ള രീതിയിൽ എന്തിയിട്ടുണ്ട്, ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഐഡിയ വേണം. ഒരു സാധനം കണ്ടാൽ അത് ഇൻപുട്ട് ഡിവൈസ് ആണോ ഔട്ട്പുട്ട് ഡിവൈസ് ആണോ എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഐഡിയ വേണം. അതുപോലെ തന്നെ നമുക്ക് QR കോഡ് റീഡറും ബാർ കോഡ് റീഡറും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇൻപുട്ട് ഡിവൈസ് ആണ്. എന്നാൽ ഒരു പ്രാവശ്യം 2020 ചോദിച്ച ചോദ്യം കണ്ടോ, QR കോഡും ബാർ കോഡും തമ്മിൽ എന്താ വ്യത്യാസം? QR കോഡ് റീഡർ, ബാർ കോഡ് റീഡർ, ഇത് രണ്ടുമാണ് നമ്മളെ ഇൻപുട്ട് ഡിവൈസ്. എന്നാൽ ഈ ഇൻപുട്ട് ഡിവൈസ് എന്താ റീഡ് ചെയ്യുക? QR കോഡാണ് റീഡ് ചെയ്യുക, അതുപോലെ തന്നെ ബാർ കോഡാണ് റീഡ് ചെയ്യുക അല്ലെ. QR കോഡും ബാർ കോഡും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ബാർ കോഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഡയമെൻഷൻ ഇല്ലേ, ഇങ്ങനെ ഒറ്റ ഡയമെൻഷനിലാണ് ഉണ്ടാവും. എന്നാൽ QR കോഡ് 2 ഡയമെൻഷൻ ആയിരിക്കും, 2 ഡയമെൻഷനിൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക, 2D ആയിട്ടായിരിക്കും ഉണ്ടാവും. ബാർ കോഡിൽ കുറച്ച് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ കൂടുതൽ ഡാറ്റ സ്റ്റോർ ചെയ്യാം. ഇങ്ങനെ 1-2 പോയിന്റ്സ് ഇത് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചതായോണ്ടാണ് ഇവിടെ എടുത്തിട്ടത്. കാരണം ഞാൻ ഈ വീഡിയോ ഇടുന്നത് കുട്ടികൾക്ക് A+ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ A+ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ A+ കിട്ടുള്ളൂ. വെറുതെ പരീക്ഷന്റെ തലേന്ന് കുറച്ച് പ്രീവിയസ് ഇയർ ഒരു 4 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ അത് ജസ്റ്റ് പാസ് ആവാനുള്ളതോ അല്ലെങ്കിൽ ഒരു ആവറേജ് മാർക്കോ മാത്രമേ കിട്ടുള്ളൂ. നമ്മളെ ഉദ്ദേശം A+ ആണ്, അല്ലെങ്കിൽ ഫുൾ മാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കിയിരിക്കണം. എക്സ്പ്ലെയിൻ അബൌട്ട് എനി 3 ഔട്ട്പുട്ട് ഡിവൈസസ്. ഔട്ട്പുട്ട് ഡിവൈസസിൽ ഏതെങ്കിലും 3 എണ്ണം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. മോണിറ്റർ, പ്രൊജക്ടർ, പ്രിന്റർ, പ്ലോട്ടർ, സ്പീക്കേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്ന ഔട്ട്പുട്ട് ഡിവൈസ്. കുറച്ച് ഡിവൈസുകൾ തന്നിട്ട് ചോദിക്കും ഇതിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്, ഏതാണ് ഔട്ട്പുട്ട് ഡിവൈസ്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഡിവൈസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ മുന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചോദിക്കാറില്ല, എന്നാലും ഒരുപക്ഷെ ചോദിക്കാം അല്ലെ. ക്വസ്റ്റ്യൻസ് ഒക്കെ അവരെ എപ്പോൾ വേണേലും എന്ത് ചെയ്യാം, പാറ്റേൺ കാര്യങ്ങളൊക്കെ മാറ്റാം. അപ്പൊ പഠിച്ചു വെക്കുക മോണിറ്റർ, കാരണം അവർ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ വീഡിയോസിന്റെ ഉദ്ദേശം. മോണിറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രൊജക്ടർ നിങ്ങൾ സ്കൂളൊക്കെ ഉണ്ടാവൂലേ, അതായത് എന്താ പറയാ, വീഡിയോസും ഇമേജസും ഒക്കെ ഒരു ലാർജ് സ്ക്രീനിന്റെ മേലെ ഡിസ്പ്ലേ ചെയ്യാനാണ്. പ്രിന്റർ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട്, ഒരു ഡോക്യുമെന്റിനെ പ്രിന്റ് ചെയ്തിട്ട് അതിന്റെ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാനാണ്. പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ ലാർജ് ഡ്രോയിങ്സ് അല്ലെങ്കിൽ ഇമേജസ് അല്ലെ, അതായത് ഇപ്പം വലിയ വലിയ ഗ്രാഫും കാര്യങ്ങളൊന്നും സാധാ പ്രിന്റർ വെച്ചിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം വലിയ വലിയ ഫ്ലക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പ്രിന്റ് ചെയ്യണേ കുറച്ചും കൂടെ വലിയ പ്രിന്റേഴ്സ് വേണം. അതിനാണ് നമ്മൾ പ്ലോട്ടർ എന്ന് വിളിക്കുന്നത്. പ്ലോട്ടർ ലാർജ് ഡ്രോയിങ്സും ഇമേജസും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സ്പീക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസുകളാണ്. പിന്നെ എല്ലാവർക്കും അറിയുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഔട്ട്പുട്ട് ഡിവൈസസ് ഇത്രയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട വേറൊരു കാര്യം, ഔട്ട്പുട്ട് ഡിവൈസസ് ഇത്രയുണ്ട്, ഓക്കെ, പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് ഔട്ട്പുട്ട് ഉണ്ടല്ലോ,
രണ്ട് രീതിയിലുള്ള ഔട്ട്പുട്ടാണ് ഉള്ളത്. ഹാർഡ് കോപ്പി ഉണ്ട്, സോഫ്റ്റ് കോപ്പി. ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, പ്രിന്റേഴ്സും പ്ലോട്ടേഴ്സിലൂടെ ഒക്കെ പ്രിന്റ് ചെയ്ത് നമ്മൾ കാണുന്ന ഔട്ട്പുട്ടിനാണ് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അല്ലെ, നിങ്ങൾ നോട്ട് പ്രിന്റ് ചെയ്ത് വായിക്കുകയാണെങ്കിൽ നിങ്ങൾ വായിക്കുന്നത് അതിന്റെ ഹാർഡ് കോപ്പിയാണ്. എന്നാൽ സോഫ്റ്റ് കോപ്പി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ടാണ്. മോണിറ്റേഴ്സിലൂടെ നോക്കി കാണുന്ന മോണിറ്റേഴ്സ് ഉണ്ടാവില്ല, മോണിറ്റേഴ്സ് ഇപ്പൊ നിങ്ങളെ നോട്ടിന്റെ PDF നിങ്ങളെ ഫോണിൽ നോക്കി വായിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുന്നത് എന്താണ്, സോഫ്റ്റ് കോപ്പിയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ട് രീതിയിലുള്ള ഔട്ട്പുട്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ വേറെ കാര്യം, പ്രിന്റേഴ്സ് നമ്മൾ ജസ്റ്റ് ഇവിടെ പറഞ്ഞു പോയി, പ്രിന്റേഴ്സ് ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പ്രിന്റേഴ്സ് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. പ്രിന്റേഴ്സിന്റെ രണ്ട് ടൈപ്പ് ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം, 2 മാർക്കിന് ചോദിക്കാം. രണ്ട് ടൈപ്പ് പ്രിന്റേഴ്സ് ഉണ്ട്, ഇമ്പാക്ട് പ്രിന്റർ, നോൺ ഇമ്പാക്ട് പ്രിന്റർ. ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറഞ്ഞാൽ പ്രിന്റ് ചെയ്യുമ്പോൾ ആ പ്രിന്റ് ഹെഡ് ഉണ്ടാവും, പ്രിന്റ് ചെയ്യുന്ന പ്രിന്റ് ഹെഡ് ഉണ്ടാവും. ആ പ്രിന്റ് ഹെഡും അതുപോലെ തന്നെ പേപ്പറും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വന്നിട്ടാണ് പ്രിന്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രിന്റേഴ്സിനെയാണ് ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ എന്താ പറയാ, പേപ്പറും പ്രിന്റ് ഹെഡും തമ്മിൽ ടച്ച് പോലും ചെയ്യുന്നില്ല, ടച്ച് ചെയ്യാതെ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാത്ത പ്രിന്റിംഗ് ആണെങ്കിൽ നോൺ ഇമ്പാക്ട് പ്രിന്റർ ആണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ എന്ന് പറയുന്ന പ്രിന്റർ ഉണ്ട്. നമ്മൾ ഫാർമസിയിലൊക്കെ കാണുന്ന ആ സൗണ്ട് ഉണ്ടാക്കി പ്രിന്റ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അതാ ഈ ചിത്രത്തിൽ കാണുന്ന ഈ പ്രിന്റർ ഉണ്ടല്ലോ, ഇത് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. അതെന്താണ്, ഇമ്പാക്ട് പ്രിന്റർ ആണ്. എന്നാൽ നമുക്ക് പഠിക്കാനുള്ള വേറെ 3 പ്രിന്റേഴ്സ് ഉണ്ട്, ഇങ്ക് ജെറ്റ്, ലേസർ പ്രിന്റർ, തെർമൽ പ്രിന്റർ. ഇതൊക്കെ നോൺ ഇമ്പാക്ട് പ്രിന്റർ ആണ്. ഇപ്പൊ ഇങ്ക് ജെറ്റ് ആണെങ്കിൽ ഇങ്ക് പേപ്പറിലേക്ക് സ്പ്രേ സ്പ്രേ ചെയ്യുമ്പോൾ ഒരിക്കലും പേപ്പർ തമ്മിൽ കോണ്ടാക്ട് വരില്ലല്ലോ. അതുപോലെ തന്നെ ലേസർ ബീം എന്ന് പറയുമ്പോൾ, ലേസർ പ്രിന്റർ എന്ന് പറയുമ്പോൾ ലേസർ ബീം ഉപയോഗിക്കുകയാണ് ചെയ്യുക, അപ്പൊ അവിടെയും കോണ്ടാക്ട് വരുന്നില്ല. തെർമൽ പ്രിന്റർ ഹീറ്റിംഗ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്, അവിടെയും കോണ്ടാക്ട് വരുന്നില്ല. അപ്പോൾ ഇമ്പാക്ട് പ്രിന്ററിന് എക്സാമ്പിൾ ഡോട്ട് മെട്രിക്സ് ആണ്. നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത് ഇത് 3 ആണെന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ പ്രിന്റേഴ്സ് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് പഠിക്കാനുള്ള ഡോട്ട് മെട്രിക്സ്, ഇങ്ക് ജെറ്റ്, ലേസർ പ്രിന്റർ, തെർമൽ പ്രിന്റർ, ഇവരൊക്കെ ഒന്ന് കമ്പയർ ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ സ്പീഡും ക്വാളിറ്റി ഓഫ് പ്രിന്റിങ്ങും എക്സ്പെൻസ് ഓഫ് പ്രിന്റിങ്ങും ഒക്കെ വെച്ചിട്ട് ഒന്ന് കമ്പയർ ചെയ്യാൻ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോ മക്കളെ, ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും, കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോ. അതായത് നമ്മളിപ്പോ പ്രിന്റിംഗ് മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ ലേസർ പ്രിന്റർ ഉപയോഗിക്കുന്ന പ്രിന്റിംഗ് മെറ്റീരിയൽ ഇങ്കിന്റെ പൗഡർ ആണ്. ആ ടോണറൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ക് പൗഡർ ഉപയോഗിച്ചിട്ടാണ് ലേസർ പ്രിന്റർ വർക്ക് ചെയ്യുക. എന്നാൽ ഇങ്ക് ജെറ്റ് ലിക്വിഡ് ഇങ്ക് സ്പ്രേ ചെയ്യുന്ന ടെക്നോളജി ആണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ലിക്വിഡ് ഇങ്ക് ആണ് അതിന്റെ ടെക്നോളജി, പ്രിന്റിംഗ് മെറ്റീരിയൽ. തെർമൽ പ്രിന്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ചൂടാക്കലാണ്. തെർമൽ എന്ന് പറയുമ്പോൾ ഹീറ്റിംഗ് ടെക്നോളജിയാണ്. അപ്പൊ അവിടെ പ്രിന്റിംഗ് മെറ്റീരിയൽ ആയിട്ട് വരിക ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്, അത് വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഈ ചില ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല, ഈ ആ മെഷീന്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന ടിക്കറ്റ് ഉണ്ടല്ലോ, ആ പേപ്പർ നിങ്ങൾ ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതാണ് ഹീറ്റ് സെൻസിറ്റീവ് പേപ്പർ എന്ന് പറയുന്നത്. ആ ഒരു പ്രത്യേക ടൈപ്പ് പേപ്പറാണ്, പെട്ടെന്നൊന്നും കീറാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ഹീറ്റ് സെൻസിറ്റീവ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, ഈ തെർമൽ പ്രിന്റേഴ്സ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ആണെങ്കിൽ ഇങ്കഡ് റിബൺ ആണ് വരുന്നത്, ഇങ്കഡ് റിബൺ. ഓക്കെ, അത് വെച്ചിട്ടാണ്, ആ റിബൺ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പ്രിന്റിങ് നടക്കുന്നത്. പിന്നെ സ്പീഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ മക്കളെ, ലേസർ പ്രിന്റർ ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ്. ഇങ്ങോട്ട് വരുമ്പോൾ സ്പീഡ് കുറഞ്ഞു വരും. അതായത് ഏറ്റവും ലോവസ്റ്റ് സ്പീഡ് ഏതിനാണ്, ഡോട്ട് മെട്രിക്സ് ആണ്. അല്ലെ, നിങ്ങൾക്കറിയാം, മരുന്ന് കയ്യിൽ കിട്ടിയാലും ബില്ല് കിട്ടിയിട്ടുണ്ടാവില്ല. ഫാർമസിയിൽ നിങ്ങൾ ഇങ്ങനെ മരുന്ന് അതിന്റെ ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെ. പിന്നെ ക്വാളിറ്റി നോക്കുകയാണെങ്കിലും അവിടെയും അടിപൊളി ഏതാണ്, അവിടെയും അടിപൊളിയല്ല, അവിടെ അടിപൊളി ഏതാണ്, ലേസർ പ്രിന്റർ ആണ്. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള പ്രിന്റിംഗ് ഒക്കെ വേണമെങ്കിൽ ലേസർ പ്രിന്റർ ആണ് ബെസ്റ്റ്. ഇങ്ങോട്ട് വരുമ്പോൾ ക്വാളിറ്റി കുറഞ്ഞു വരും, ഏറ്റവും ലോ ക്വാളിറ്റിയും ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ആണ്. ഇനിയിപ്പോ കോസ്റ്റ് കൂടുതലും ആർക്ക് തന്നെയാണ്, അല്ലെ. നോക്ക്, ഈ സ്പീഡായിട്ടുള്ള കാര്യം ലേസർ പ്രിന്റർ, സ്പീഡായിട്ട് പ്രിന്റ് ചെയ്യുന്ന ലേസർ പ്രിന്റർ ആണ്. ക്വാളിറ്റി നോക്കുമ്പോഴും ബെസ്റ്റ് ലേസർ പ്രിന്റർ ആണ്. അപ്പൊ ഇതെല്ലാം കിട്ടണമെങ്കിൽ കുറച്ച് പൈസ ഇറക്കണ്ടേ, യെസ്. അപ്പം വളരെ ഹൈ കോസ്റ്റ് വരുന്നത് എന്തിനാണ്, ലേസർ പ്രിന്റർ ആണ്. എന്നാൽ ഇങ്ങോട്ട് വരുമ്പോൾ കോസ്റ്റ് കുറഞ്ഞു വരും, പൈസ കുറഞ്ഞതും എന്ത് തന്നെയാണ്, ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ആണ്. പക്ഷെ ഡോട്ട് മെട്രിക്സ് പ്രിന്ററിന് പൈസ കുറവാണെന്നേ ഉള്ളൂ, അതിന് വളരെ പുവർ ക്വാളിറ്റിയാണ്, അതുപോലെ തന്നെ വളരെ ലോ സ്പീഡാണ്. ഓക്കെ, അതാണ് അതിന്റെ പ്രത്യേകത. ക്ലിയർ അല്ലേ? പ്രിന്റേഴ്സ് പഠിച്ചു വെക്കുക, ഇവിടുന്ന് എങ്ങനെയാ ചോദ്യം വരാന്ന് പറയാൻ പറ്റില്ല, ആ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് കുറച്ച് തിരിച്ച് ഇവിടെ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വേറെ കാര്യം, നമ്മൾ 4 പ്രിന്റേഴ്സ് ആണ് ഇവിടെ പഠിക്കുന്നത്, അല്ലെ. ലേസർ, ഇങ്ക്ജെറ്റ്, തെർമൽ, ഡോട്ട് മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ ഇതാ പോർട്ടബിൾ ആയിട്ടുള്ള പ്രിന്റർ ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അത് ഏതാന്ന് ചോദിച്ചാൽ അത് തെർമൽ പ്രിന്റർ ആണ്, തെർമൽ. കാരണം എവിടെ വേണമെങ്കിലും എടുത്ത് കൊണ്ടുപോകാൻ പറ്റും, ഭയങ്കര സ്മോളർ, ലൈറ്റർ, കൺസ്യൂം ലെസ് പവർ ആണ്. അതാണ് ഞാൻ ഈ ബസ്സിൽ ടിക്കറ്റിന്റെ കാര്യം പറഞ്ഞത്, അത് പോർട്ടബിൾ ആണ്, എവിടെ വേണമെങ്കിലും എടുത്ത് കൊണ്ടുപോകാൻ പറ്റും. ആ ടൈപ്പ് പ്രിന്റിംഗ് ആണ് തെർമൽ പ്രിന്റർ, അതാണ് പോർട്ടബിൾ പ്രിന്റർ. ഓക്കെ, ഹോം യൂസേജിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രിന്റർ ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് ഇങ്ക്ജെറ്റ് പ്രിന്റർ ആണ്, പഠിച്ചു വെക്കുക. ഹോം യൂസേജ്,
വീട്ടിൽ ഉപയോഗിക്കണമെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും? ജസ്റ്റ് വീട്ടിൽ ഉപയോഗിക്കണമെങ്കിൽ വലിയ കോസ്റ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല, വലിയ മെയിൻ്റെനൻസ് ഒന്നും വരാത്തതുകൊണ്ടാണ് ഇങ്ക്ജെറ്റ് പ്രിന്റർ ഹോം യൂസേജിന് എന്തായത് സ്യൂട്ടബിൾ ആയത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പ്രിന്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇ വേസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക് വരുന്നുണ്ട്. ഇ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വേസ്റ്റ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇ വേസ്റ്റ് അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, ഇ വേസ്റ്റ് ഇലക്ട്രോണിക് വേസ്റ്റ് അല്ലെ, യൂസ്ഫുൾ ലൈഫിന്റെ എൻഡിലേക്ക് എത്തി നിൽക്കുന്ന ഇലക്ട്രോണിക് പ്രോഡക്റ്റുകളെയാണ് ഇ വേസ്റ്റ് എന്ന് പറയാം. ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ലിസ്റ്റ് ചെയ്യാൻ ആയിരിക്കും ചോദിക്കുക. ലിസ്റ്റ് ചെയ്യാൻ ചോദിച്ചാൽ ഈ 4 പോയിന്റ്സ് മാത്രം എഴുതി കൊടുത്താൽ മതി: റീയൂസ്, ഇൻസിനറേഷൻ, റീസൈക്ലിംഗ്, ലാൻഡ് ഫില്ലിംഗ്. എന്നാൽ ഇത് പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പൊ അത് എന്താണെന്നും കൂടെ എഴുതണം. റീയൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് ഹാൻഡ് യൂസ്. നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അല്ലെ, നമ്മളെ കമ്പ്യൂട്ടറൊക്കെ കംപ്ലൈന്റ് ആയാൽ നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിലേക്കോ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് കൊടുക്കുക. അല്ലെങ്കിൽ വല്ല ചാരിറ്റി, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്ന് മാത്രം അല്ലെ. ഇൻസിനറേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അല്ലെ ഹൈ ടെമ്പറേച്ചറിലുള്ള കമ്പഷൻ ആണ്, ബേണിംഗ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ മൂന്നാമത്തത് റീസൈക്ലിംഗ്. റീസൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോഡക്ട്സിൽ നിന്ന് പുതിയ പ്രോഡക്ട്സ് ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. ലാൻഡ് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ മണ്ണ് നീക്കിയിട്ട്, സോയിൽ ഈസ് എക്സവേറ്റഡ് അല്ലെ, മണ്ണ് നീക്കിയിട്ട് അതിലേക്ക് കുഴിച്ചിടുന്ന പരിപാടിയാണ്. ശ്രദ്ധിക്കേണ്ടത്, ഒരു പ്രാവശ്യം ഇത് 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇത്രയും 4 മെത്തേഡ്സിൽ നോട്ട് റെക്കമെൻഡഡ്, അതായത് അത്ര നല്ലതല്ലാത്ത, അത്ര അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യാത്ത ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് ഏതാന്ന് ചോദിച്ചാൽ അത് ഈ ഇൻസിനറേഷൻ അല്ല. പലരും വിചാരിക്കുക ബേണിംഗ് അല്ലേ, കത്തിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. പക്ഷെ അതിലും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം ലാൻഡ് ഫില്ലിംഗ് ആണ്. നോട്ട് റെക്കമെൻഡഡ് മെത്തേഡ് ഏതാന്ന് വെച്ചാൽ ലാൻഡ് ഫില്ലിംഗ് ആണെന്നുള്ളത് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഈ ഇ വേസ്റ്റിന്റെ വോളിയം കുറക്കാൻ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റുഡൻസ് റോൾ ഇൻ ഇ വേസ്റ്റ് ഡിസ്പോസൽ എന്നൊക്കെ പരീക്ഷയ്ക്ക് പലതവണ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു 3-4 പോയിന്റ്സ് അതിന് വരുന്നുണ്ട്. അൺനെസറി ആയിട്ട് വെറുതെ, എടാ നിങ്ങൾ ഈ ഇ വേസ്റ്റ് ഇങ്ങനെ കൂടി നിങ്ങൾ പഴയ ഫോണ്, പഴയ കമ്പ്യൂട്ടറെല്ലാം പിന്നെ വേസ്റ്റ് ആവൂലേ, അത് കൂടുന്നത് കുറയ്ക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അനാവശ്യമായിട്ട് വെറുതെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് പുതിയത് വാങ്ങുന്ന ഒഴിവാക്കുക അല്ലെ. അതായത് എന്തെങ്കിലും ഡിവൈസുകൾ ഫോൾട്ടി ആയാൽ, കംപ്ലൈന്റ് ആയാൽ അത് റിപ്പയർ ചെയ്യാൻ നോക്കുക അല്ലെ. നമ്മൾ വേഗം പുതിയത് വാങ്ങുക ചെയ്യുന്നത്. അങ്ങനെ പുതിയത് വാങ്ങുന്നതിന് പകരം റിപ്പയർ ചെയ്യാൻ നോക്കുക. മാക്സിമം ഇലക്ട്രോണിക് പ്രോഡക്ട്സ് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം ഡിവൈസുകളിലൊക്കെ ബാറ്ററി ഉണ്ടാവും അല്ലെ. അപ്പൊ ഡിസ്പോസിബിൾ ബാറ്ററി, ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് ഒഴിവാക്കുന്ന ബാറ്ററി ഉള്ള ഡിവൈസുകൾ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് റീചാർജ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ബാറ്ററീസ് ആണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ ബാറ്ററി നമുക്ക് വീണ്ടും കറണ്ടിൽ കുത്തി ചാർജ് ചെയ്ത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് ഒഴിവാക്കുന്ന ബാറ്ററീസ് ഒക്കെ പിന്നെ ഇ വേസ്റ്റിന്റെ ജനറേഷൻ എന്ത് ചെയ്യുന്നതാണ്, കൂട്ടുന്ന സംഭവങ്ങളാണ്. അതൊക്കെ ഒഴിവാക്കുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സ്റ്റുഡൻസ് റോൾ. പിന്നെ ഇ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് എന്താണ്, ഗ്രീൻ ഐ ടി എന്താണെന്നുള്ളത്. ഗ്രീൻ കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ഗ്രീൻ ഐ ടി. മക്കളെ, നമ്മളെല്ലാവരും കമ്പ്യൂട്ടേഴ്സും കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഒന്ന് എക്കോ ഫ്രണ്ട്ലി ആയിട്ട്, എൻവയോൺമെന്റലി റെസ്പോൺസിബിൾ ആയിട്ട്, എൻവയോൺമെന്റിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഗ്രീൻ കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ഗ്രീൻ ഐ ടി എന്ന് വിളിക്കുന്നത്. ഓക്കെ, പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിട്ടുണ്ട്. 2 മാർക്കിനൊക്കെയാണ് ഇതിന്റെ ഡെഫിനിഷൻ ചോദിക്കുക. വേറൊരു കാര്യം നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കേണ്ടത്, ഇതും ചോദിച്ചിട്ടുണ്ട്. 4 അപ്രോച്ചസ് എന്തൊക്കെയാണ് ഗ്രീൻ കമ്പ്യൂട്ടിങ്ങിന്? ഗ്രീൻ ഡിസൈൻ, ഗ്രീൻ മാനുഫാക്ചർ, ഗ്രീൻ യൂസ്, ഗ്രീൻ ഡിസ്പോസൽ. പഠിച്ചു വെക്കുക. ഗ്രീൻ ഡിസൈൻ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തെടുക്കുമ്പോൾ തന്നെ എൻവയോൺമെന്റിനെ ബാധിക്കാത്ത രീതിയിൽ ചെയ്യാം. മാനുഫാക്ചർ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ചെയ്യാം അല്ലെ. നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാക്സിമം പവർ സേവർ മോഡിൽ ഇട്ടിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ എന്താ പറയാ, വെറുതെ ആവശ്യമില്ലാതെ സ്വിച്ച് ഓൺ ചെയ്യാതിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. അതാണ് ഗ്രീൻ യൂസിൽ വരിക. പിന്നെ ഗ്രീൻ ഡിസ്പോസൽ, ഇത് എന്തായാലും ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഇ വേസ്റ്റ് ആയിട്ട് മാറും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഇതിനെ ഡിസ്പോസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ റീസൈക്കിൾ ചെയ്യുക, റീയൂസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം ചെയ്യുക എന്നുള്ളതാണ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ചോദിക്കാറില്ല. ജസ്റ്റ് എന്താണ് 4 അപ്രോച്ചസ് എന്നുള്ള രീതിയിൽ മാത്രം എന്ത് ചെയ്ത് വെച്ചാൽ മതി, ഇത് പഠിച്ചു വെച്ചാൽ മതി. 4 പോയിന്റ്സ് ഗ്രീൻ കമ്പ്യൂട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. പിന്നെ നമുക്ക് വരുന്ന ചോദ്യം ക്ലാസിഫിക്കേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആണ്. മക്കളെ, സോഫ്റ്റ്വെയറിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ ചാപ്റ്ററിൽ 2 കോമ്പണൻസ് ആണ് കമ്പ്യൂട്ടറിന് ഉള്ളത് നമ്മൾ പറഞ്ഞു. ഹാർഡ്വെയർ, പിന്നെന്താ, സോഫ്റ്റ്വെയർ. ഈ ഹാർഡ്വെയറിന് എക്സാമ്പിൾ ആണ് ഈ പ്രോസസ്സർ, മദർ ബോർഡ്. അതൊക്കെ നമ്മൾ മുന്നേ അതിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്നാൽ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ എഴുതുന്ന പ്രോഗ്രാമുകളാണ്. എന്തൊക്കെ ടൈപ്പ് സോഫ്റ്റ്വെയർസ് ഉണ്ട്? സോഫ്റ്റ്വെയറിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? 4 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ചോദിക്കാം. അപ്പൊ നമുക്ക് എഴുതാം, സോഫ്റ്റ്വെയർ 2 രീതിയിലുണ്ട്: സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. എടാ, ഇതിന്റെ പേര് തന്നെ ഇത് മനസ്സിലാക്കണം. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ
സിസ്റ്റത്തിന്റെ വർക്കിങ്ങിന് തന്നെ ആവശ്യമുള്ള സോഫ്റ്റ്വെയർ ആണ്. എന്ന് പറഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇതിൽ നിന്ന് തന്നെ ടേംസിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു അപ്ലിക്കേഷന് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ്. അതാണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ കേട്ടോ. ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിന് 3 കമ്പോണൻസ് ആണ് വരുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയറിൽ 3 കോമ്പണൻസ് ആണ് വരുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റമിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, സിസ്റ്റം സോഫ്റ്റ്വെയറിൽ വരുന്ന ഒരു സാധനമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഒരു കമ്പ്യൂട്ടറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ പറ്റില്ല. സിസ്റ്റം സോഫ്റ്റ്വെയറിലുള്ള എല്ലാ സാധനങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ 3 കോമ്പണൻസ് വരുന്നുണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ വിൻഡോസ്, ലിനക്സ് ഇതൊക്കെയാണ്. ലാംഗ്വേജ് പ്രോസസർ അല്ലെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ ഒക്കെയാണ് അതിന് എക്സാമ്പിൾ. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ സിസ്റ്റത്തിന്റെ മെയിൻ്റനൻസ് നോക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. ആന്റിവൈറസ്, കംപ്രഷൻ ടൂൾസ് ഇതൊക്കെയാണ് അതിന് എക്സാമ്പിൾസ്. ഇനിയിപ്പോൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനും 2 ടൈപ്പ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ജനറൽ പർപ്പസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾക്ക് ജനറൽ പർപ്പസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. എന്നാൽ കുറച്ചും കൂടെ സ്പെസിഫിക് എന്തെങ്കിലും ആവശ്യത്തിന് സ്പെസിഫിക്കലി ഉണ്ടാക്കുന്നതാണെങ്കിൽ സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ. ഈ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയറിൽ വരുന്നതാണ് ഈ മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്, മൈക്രോസോഫ്റ്റ് എക്സൽ പോലത്തെ കാര്യങ്ങൾ. കാരണം ഇതൊരു ജനറൽ ഓഡിയൻസിനെ ഉദ്ദേശിച്ചിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഓക്കെ, അതായത് ഒരുവിധം എല്ലാവർക്കും മൈക്രോസോഫ്റ്റ് വേർഡ് ഉപയോഗിക്കാൻ പറ്റും. ഒരു ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഏതെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ആ സൂപ്പർ മാർക്കറ്റിൽ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയറിനെ പറ്റി ആലോചിച്ച് നോക്കും. ആ സോഫ്റ്റ്വെയർ ആ സൂപ്പർ മാർക്കറ്റിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ, അത് വേറെ സ്ഥലത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ആണ് സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ. പേറോൾ സിസ്റ്റം, HRM സിസ്റ്റം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. പേറോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ഓർഗനൈസേഷൻ, ഒരു സ്ഥാപനത്തിലുള്ള അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസും കാര്യങ്ങളൊക്കെ അവരുടെയൊക്കെ ഡീറ്റെയിൽസും അവരുടെ സാലറിയും കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്യുന്ന, അവരുടെ മെയിനായിട്ട് അവരുടെ സാലറി, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ സാലറിയും കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് പേറോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അത് വേറെ ഓർഗനൈസേഷനിൽ ഉപയോഗിക്കാൻ പറ്റില്ല, അവിടെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരാണ്. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന അവിടെയുള്ള മനുഷ്യന്മാരുടെ ഡീറ്റെയിൽസ്, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അവർ എന്ത് വർക്കാണ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ട്രാക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ പേറോൾ സിസ്റ്റം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾ ആണ്. കാരണം അത് സ്പെസിഫിക്കലി ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ജസ്റ്റ് ഡെഫിനിഷൻ പറഞ്ഞു പോയതാണ്. കാരണം ഇതൊരു 4 മാർക്കിന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. എന്നാൽ അല്ലെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ് എന്നുള്ളതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. സിസ്റ്റം സോഫ്റ്റ്വെയറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ വരുന്നുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്നുള്ള ചോദിച്ചാൽ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ പഠിക്കുക എന്നുള്ളത്. അതായത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, നമ്മള് മനുഷ്യന്മാരാണ്, എന്നാൽ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലുള്ള ആളുകളെല്ലാം ഹാർഡ്വെയർ ആണ്. ഇപ്പൊ CPU ആയിക്കോട്ടെ, മദർ ബോർഡ് ആയിക്കോട്ടെ, മെമ്മറി ആയിക്കോട്ടെ, ഇതെല്ലാം ഹാർഡ്വെയർ ആണ്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ഈ ഹാർഡ്വെയർ ആയിട്ട് ഇന്ററാക്ട് ചെയ്യൽ ബുദ്ധിമുട്ടാണ്. കാരണം ഈ മെഷീന് അല്ലെങ്കിൽ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ 0-1 ആയിട്ടുള്ള ബൈനറി മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ യൂസറാണ്. അപ്പൊ യൂസറിന് ഹാർഡ്വെയർ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മളും യൂസറും ഹാർഡ്വെയറും തമ്മിൽ ഒരു ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഡെഫിനിഷൻ ഇവിടെ ഉണ്ട്. സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് ആക്ട് ആസ് ആൻ ഇന്റർഫേസ് ബിറ്റ്വീൻ യൂസർ ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. നമ്മളും ഹാർഡ്വെയറും തമ്മിൽ ഇന്റർഫേസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ റിസോഴ്സ് മാനേജർ എന്നും കൂടെ പറയാണ്ട്. ഓക്കെ, അതായത് കമ്പ്യൂട്ടറിലുള്ള എല്ലാ റിസോഴ്സുകളും ആരാണ് മാനേജ് ചെയ്യുക? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് മാനേജ് ചെയ്യുക. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. വിൻഡോസ്, ലിനക്സ്, യൂണിക്സ് ഇതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡെഫിനേഷനേക്കാൾ കൂടുതൽ ഇതിന്റെ ഫങ്ഷൻസ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. എന്തൊക്കെയുണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫങ്ഷൻസ്? ഇത് ഓർത്ത് വെക്കാൻ ഞാനൊരു കോഡും കൂടെ പറഞ്ഞുതരാം. പരീക്ഷയ്ക്ക് ഈ കോഡ് എഴുതി വെച്ച് കഴിഞ്ഞാൽ 0 മാർക്കായിരിക്കും കിട്ടുക. കോഡല്ല എഴുതേണ്ടത്, ഇതിന്റെ ഫങ്ഷൻസ് എഴുതേണ്ടത്. P for process, M for memory, F for file, D for device, PMFD. അതായത് ഇത്രയും കാര്യങ്ങൾ മാനേജ് ചെയ്യാം. പ്രോസസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്ന എല്ലാ പ്രോസസ്സുകളും മാനേജ് ചെയ്യാം. പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു പ്രോഗ്രാം, കമ്പ്യൂട്ടറിൽ നമ്മളൊരു പ്രോഗ്രാം എഴുതി, ആ പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഒരു കമ്പ്യൂട്ടറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാമിനെയാണ് പ്രോസസ് എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ, പ്രോസസ്സിന് എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളെ കമ്പ്യൂട്ടറിൽ ഒരു ഗെയിം കളിക്കുകയാണ്, GTA Vice Cityന്റെ ഗെയിം, അല്ലെങ്കിൽ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുകയാണ്. ഇതൊക്കെ പ്രോസസ്സുകളാണ്. കാരണം ഗെയിമൊക്കെ പ്രോഗ്രാമുകളാണ്. അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഗെയിം കളിക്കാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മ്യൂസിക് പ്ലേ ചെയ്യാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മ്യൂസിക്കിന്റെ പ്രോഗ്രാം റൺ ചെയ്യുക എന്നുള്ളതാണ്.
അപ്പോൾ കമ്പ്യൂട്ടറിൽ ഒരേ സമയം ഇതുപോലത്തെ കുറേ പ്രോസസ്സുകൾ ഉണ്ടാവും. അതിനൊക്കെ മാനേജ് ചെയ്യേണ്ടത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന് മെമ്മറി ഇല്ലേ, പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതും മാനേജ് ചെയ്യേണ്ടത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ ഒരുപാട് ഫയലുകൾ ഉണ്ടാവും, അത് മാനേജ് ചെയ്യേണ്ടത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. കമ്പ്യൂട്ടറിൽ ഒരുപാട് ഡിവൈസുകൾ ഉണ്ടാവും, ഇൻപുട്ട് ഡിവൈസ് ആയിട്ടുള്ള കീബോർഡ്, മൗസ്, ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ടുള്ള മോണിറ്റർ, ഇങ്ങനെയുള്ള ഒരുപാട് ഡിവൈസുകൾ ഉണ്ടാവും. ഇതൊക്കെ മാനേജ് ചെയ്യേണ്ടത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇതെല്ലാം കമ്പ്യൂട്ടറിന്റെ റിസോഴ്സുകളല്ലേ? ശരിക്കും ആലോചിച്ച് നോക്ക്. പ്രോസസ്സ്, മെമ്മറി, ഫയൽ, ഡിവൈസ് എല്ലാം പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ റിസോഴ്സുകളാണ്. കമ്പ്യൂട്ടറിന്റെ റിസോഴ്സുകളെ മാനേജ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? കമ്പ്യൂട്ടറിന്റെ റിസോഴ്സ് മാനേജർ എന്ന് വിളിക്കുന്നു. ആ ഒരു കാര്യം നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്ത് വെക്കുക? മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? യെസ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻസ് ചോദിച്ചാൽ ഈ 4 പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. റിസോഴ്സ് മാനേജർ ഏതാന്നൊക്കെ വൺ വേർഡ് ഒക്കെ ചോദിച്ചാൽ അതിന്റെ ആൻസർ എന്താണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓക്കെ. അങ്ങനെയാണ് ലാംഗ്വേജ് പ്രോസസ്സേഴ്സ്, അത് എക്സ്പ്ലെയിൻ ചെയ്യുക. മക്കളെ, ലാംഗ്വേജ് പ്രോസസ്സർ നമ്മൾ പറഞ്ഞു, സിസ്റ്റം സോഫ്റ്റ്വെയറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നുണ്ട്, ലാംഗ്വേജ് പ്രോസസ്സർ വരുന്നുണ്ട്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ വരുന്നുണ്ട്. എന്താണ് ലാംഗ്വേജ് പ്രോസസ്സർ? ഇതില്ലെങ്കിലും കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അതും സിസ്റ്റം സോഫ്റ്റ്വെയറിൽ വരുന്നതാണ് അല്ലേ? കാരണം എന്താ? നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലാംഗ്വേജ് പ്രോസസ്സറിന് എവിടെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്? നമ്മൾ മനുഷ്യന്മാര് എന്തുമായിട്ട് ഇന്ററാക്ട് ചെയ്യാണ്? കമ്പ്യൂട്ടറായിട്ട് ഇന്ററാക്ട് ചെയ്യാണ്. നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജ് ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ് അല്ലെ? C++ പോലത്തെ ഹൈ ലെവൽ ലാംഗ്വേജസ് ആണ് നമുക്ക് മനസ്സിലാവുക. എന്നാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുക മെഷീൻ ലെവൽ ലാംഗ്വേജസ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ മാത്രമേ നമുക്ക് കമ്പ്യൂട്ടറായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ നിന്ന് ഒരു സാധനത്തിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് വിളിക്കുക. നോക്ക്, ഇവിടെ ഉണ്ട് ഡെഫിനിഷൻ. ലാംഗ്വേജ് പ്രോസസ്സർ എന്താന്ന് വെച്ചാൽ ഒരു ലാംഗ്വേജിലുള്ള പ്രോഗ്രാമിനെ വേറൊരു ലാംഗ്വേജിലേക്ക് മാറ്റുന്ന സോഫ്റ്റ്വെയറിനെയാണ് ജനറലി ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് വിളിക്കുന്നത്. എന്നാൽ 3 ടൈപ്പ് ലാംഗ്വേജ് പ്രോസസ്സർ ഉണ്ട്: അസംബ്ലർ, കമ്പൈലർ, ഇന്റർപ്രറ്റർ. ഇപ്പൊ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന 2 ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് ഉണ്ട്, കമ്പൈലറും ഉണ്ട്, ഇന്റർപ്രറ്ററും ഉണ്ട്. ഓക്കെ. കമ്പൈലറും ഇന്റർപ്രറ്ററും എന്താ ചെയ്യാന്ന് വെച്ചാൽ ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. എന്നാൽ കമ്പൈലർ അത് ചെയ്യുക ഒറ്റ ഓട്ടത്തിലാണ്. അതായത് ഒറ്റ സ്കാനിങ്ങിൽ ഹൈ ലെവൽ പ്രോഗ്രാമിനെ എന്ത് ചെയ്യും? മെഷീൻ ലെവൽ പ്രോഗ്രാമിലേക്ക് മാറ്റും. എന്നാൽ ഇന്റർപ്രറ്റർ അത് ചെയ്യുക ലൈൻ ബൈ ലൈൻ ആയിട്ടാണ്. അതായത് ആദ്യം ഫസ്റ്റത്തെ ലൈൻ എന്ത് ചെയ്യും? മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റും, പിന്നെ അടുത്ത ലൈൻ മാറ്റും, പിന്നെ അടുത്ത ലൈൻ മാറ്റും, പിന്നെ അടുത്ത ലൈൻ മാറ്റും. ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ടായിരിക്കും ഇന്റർപ്രറ്റർ ചെയ്യുക. അപ്പൊ ഹൈ ലെവൽ ലാംഗ്വേജിനെ ശ്രദ്ധിക്കുക, ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജ് ആക്കി മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്നത് കമ്പൈലറും ഇന്റർപ്രറ്ററും ആണ്. അപ്പൊ അത് 2 ലാംഗ്വേജ് പ്രോസസ്സറിന് എക്സാമ്പിൾ ആണ്. എന്നാൽ മൂന്നാമതായിട്ട് അസംബ്ലി ലെവൽ ലാംഗ്വേജിനെ നമുക്ക് മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പ്രോസസ്സർ ഏതാന്ന് ചോദിച്ചാൽ, അസംബ്ലി ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജ് ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത് ഏതാന്ന് വെച്ചാൽ അത് അസംബ്ലർ എന്നാണ് അതിനെ വിളിക്കുക. ഓക്കെ. ഹൈ ലെവൽ ലാംഗ്വേജ് മെഷീൻ ലെവൽ ലാംഗ്വേജ് കമ്പൈലറും ഇന്റർപ്രറ്ററും ഉണ്ട്. പക്ഷെ അത് രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. കമ്പൈലർ ഒരുമിച്ച് അങ്ങ് ചെയ്യും, എന്നാൽ ഇന്റർപ്രറ്റർ ലൈൻ ബൈ ലൈൻ ആയിട്ട് മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ. അപ്പൊ അതാണ് ലാംഗ്വേജ് പ്രോസസ്സർ. മനസ്സിലാക്കുക, നമുക്ക് വേറെ ലാംഗ്വേജാ മനസ്സിലാവുക, മെഷീന് വേറെ ലാംഗ്വേജാ മനസ്സിലാവുക. അപ്പൊ ഒരു ലാംഗ്വേജ് വേറെ ലാംഗ്വേജിലേക്ക് മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം സ്പെസിഫിക്കലി മോഡൽ എക്സാമിന് 2023 ചോദിച്ചിട്ടുണ്ട്. അസംബ്ലി ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന സോഫ്റ്റ്വെയറിന്റെ പേരെന്താന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? അസംബ്ലർ ആണ് കേട്ടോ. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കംപ്ലീറ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഈ വീഡിയോ പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് നിങ്ങൾ കണ്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. A+ ഷുവർ ആയിട്ടും കിട്ടും. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ +2 കുട്ടികളോട് ചോദിച്ചാൽ മതി. +2 സ്റ്റുഡൻസിന്റെ A+ സീരീസ് എന്ന് പറഞ്ഞ് ഞാൻ തുടങ്ങിയ വീഡിയോസിന് താഴെയുള്ള കമന്റ്സ് വായിച്ചു നോക്കിയാൽ മതി. ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 2025 മോഡൽ എക്സാമിന് സ്പെസിഫിക്കലി കമ്പൈലറിന്റെയും ഇന്റർപ്രറ്ററിന്റെയും ഡിഫറൻസ് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. എന്താ ഡിഫറൻസ് എഴുതാൻ പറ്റുക? കമ്പൈലർ ഹോൾ കോഡ് അറ്റ് എ ടൈം എടുത്തിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇന്റർപ്രറ്റർ 1 സ്റ്റേറ്റ്മെന്റ് അറ്റ് എ ടൈം ആണ് എടുക്കുക. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ വേറെ കാര്യം, കമ്പൈലർ വെറുതെ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജ് ആക്കി മാറ്റുകയല്ല ചെയ്യുക. ഇന്റർപ്രറ്ററും വെറുതെ മാറ്റുക മാത്രമല്ല ചെയ്യുക, എറേഴ്സും കൂടെ പറഞ്ഞുതരും. പ്രോഗ്രാമിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ കാണിച്ചു തരും. അപ്പൊ ഇവിടെ കമ്പൈലർ ആണെങ്കിൽ ആ കമ്പൈലേഷൻ മൊത്തം കഴിഞ്ഞാൽ മാത്രമേ എറേഴ്സ് കാണിച്ചു തരുള്ളൂ. എന്നാൽ ഇന്റർപ്രറ്റർ അങ്ങനെയല്ല, എറേഴ്സ് ഓരോ ലൈനിലെയും എറേഴ്സ് നമുക്ക് എന്ത് ചെയ്യും? എടുത്ത് കാണിച്ചു തരും. ഓക്കെ. വേറൊരു വ്യത്യാസം, ആക്ച്വലി ഇത് 2 പോയിന്റ്സ് പഠിച്ചാൽ തന്നെ അധികവും മതിയാവും. കാരണം 2 മാർക്കിനൊക്കെ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. 2 പോയിന്റ്സ് മതിയാവും. എന്നാൽ ഒരു പോയിന്റ് കൂടെ പഠിച്ചാൽ നല്ലതാണ്. അഥവാ 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ, കമ്പൈലർ ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ഒരു പ്രോഗ്രാം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്റർപ്രറ്റർ അങ്ങനെ ഒരു ഒബ്ജക്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സംഭവം എന്ത് ചെയ്യുന്നില്ല? ജനറേറ്റ് ചെയ്യുന്നില്ല കേട്ടോ.
ശ്രദ്ധിക്കുക, ഒബ്ജക്റ്റ് പ്രോഗ്രാം കമ്പൈലർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ ഒരു സംഭവം ജനറേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് രണ്ടിന്റെയും ഡിഫറൻസ്. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. നമുക്കറിയാം ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജ് ആക്കി മാറ്റാൻ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് കമ്പൈലർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇന്റർപ്രറ്റർ ഉപയോഗിക്കാം, അല്ലേ? ഇന്റർപ്രറ്റർ ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഹൈ ലെവൽ ലാംഗ്വേജസ് ഉണ്ട്. സി ഉണ്ട്, C++ ഉണ്ട്, ജാവ ഉണ്ട്, പൈത്തൺ ഉണ്ട്, ഒരുപാട് ഹൈ ലെവൽ ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ ഓരോ ഹൈ ലെവൽ ലാംഗ്വേജും മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കമ്പൈലർ ആയിരിക്കും ഉപയോഗിക്കുക, ചിലപ്പോൾ ഇന്റർപ്രറ്റർ ആയിരിക്കും ഉപയോഗിക്കുക. എന്നാൽ ഇവിടെ ചോദ്യത്തിൽ ചോദിച്ചത് C++ ഏത് ലാംഗ്വേജ് പ്രോസസ്സറാണ് ട്രാൻസ്ലേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, അല്ലെ? ഈ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റാൻ C++ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് കമ്പൈലർ ആണെന്ന് മനസ്സിലാക്കാം. ചില ലാംഗ്വേജ് കമ്പൈലർ ആയിരിക്കും ഉപയോഗിക്കുക, ചിലത് ഇന്റർപ്രറ്റർ ആയിരിക്കും ഉപയോഗിക്കുക. C++നെ പറ്റി ചോദിക്കാൻ കാരണം നമ്മൾ +1 പഠിക്കുന്നത് C++നെ പറ്റിയിട്ടാണ്. അപ്പോൾ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജ് ആക്കി മാറ്റാൻ ആക്ച്വലി നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും C++ ഉപയോഗിക്കുന്നത് ഏതാണെന്ന് പഠിച്ചു വെച്ചോ, കമ്പൈലർ ആണ് C++ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഡു യു മീൻ ബൈ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ? കഴിഞ്ഞില്ല, ഇതും സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. കണ്ടോ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്താണെന്നാ ഇവർ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഭാഗത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ചോദ്യമാണ്. നോക്കിയേ, രണ്ട് ടൈപ്പ് സോഫ്റ്റ്വെയറിൽ വരുന്ന, സിസ്റ്റം സോഫ്റ്റ്വെയറിൽ വരുന്നതാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. നേരത്തെ ഞാൻ ജസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ മെയിൻ്റനൻസ് നോക്കൽ. നമ്മളൊരു വണ്ടി വാങ്ങിയാൽ അതിന്റെ മെയിൻ്റനൻസ് നോക്കണ്ടേ? ഓയിൽ ചേഞ്ച്, ടയറിന് കാറ്റ് സെറ്റ് ചെയ്യൽ, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യണ്ടേ? അതുപോലെ ഒരു സിസ്റ്റത്തിന്റെ മെയിൻ്റനൻസ് നോക്കുന്ന സോഫ്റ്റ്വെയർ ആണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. അതും സിസ്റ്റം സോഫ്റ്റ്വെയറിൽ വരുന്നതാണ്, അതും കമ്പ്യൂട്ടറിന് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന്റെ ഡ്യൂട്ടി എന്താണ്, അതിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് ചോദിച്ചാൽ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിൽ 4 ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ സിസ്റ്റത്തിന്റെ മെയിൻ്റനൻസ് നോക്കുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ്. സെറ്റ് ഓഫ് പ്രോഗ്രാംസ് തന്നെയാണ് ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്, അല്ലെ? ഓക്കെ, അങ്ങനെയാണ് യൂട്ടിലിറ്റി പ്രോഗ്രാംസ് ആയിട്ട് എന്തൊക്കെ ഉണ്ട്? കംപ്രഷൻ ടൂൾസ് ഉണ്ട്, ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ, ബാക്കപ്പ് സോഫ്റ്റ്വെയർ, ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. ഈ കംപ്രഷൻ ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കമ്പ്യൂട്ടറിന്റെ ഫയലിന്റെ ഒക്കെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. ഡിസ്ക് ഡീഫ്രാഗ്മെന്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പ്യൂട്ടറിലുള്ള ഫയലുകളെയൊക്കെ റീഅറേഞ്ച് ചെയ്ത് വെക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. ബാക്കപ്പ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ കമ്പ്യൂട്ടറിൽ പല രീതിയിലുള്ള ഫയൽസും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അത് നഷ്ടപ്പെട്ട് പോവാതിരിക്കാൻ അതിന്റെയൊക്കെ കോപ്പി എടുത്ത് വെക്കുന്ന സോഫ്റ്റ്വെയറിനെയാണ് ബാക്കപ്പ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഡാറ്റയുടെ ഒക്കെ കോപ്പി എടുത്ത് വെക്കുക, അല്ലെ? ബാക്കപ്പ് സോഫ്റ്റ്വെയർ. ആന്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കമ്പ്യൂട്ടറിൽ വൈറസുകൾ ഉണ്ടോ എന്ന് നോക്കും, എന്ന് ഡിറ്റക്ട് ചെയ്യും, സ്കാൻ ചെയ്തിട്ട് ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് വൈറസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്. ആന്റിവൈറസ് സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. ക്വിക്ക് ഹീൽ, അവാസ്റ്റ്, നോർട്ടൺ, കാസ്പർസ്കി, നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതുപോലെയുള്ള ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താലേ കമ്പ്യൂട്ടറിൽ വൈറസ് ഉണ്ടോ നോക്കിയിട്ട് സ്കാൻ ചെയ്തിട്ട് റിമൂവ് ചെയ്യുള്ളൂ. അപ്പൊ അല്ലെങ്കിൽ വൈറസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതൊക്കെയാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർസ്. കംപ്രഷൻ ടൂൾസിന്റെ എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്. വിൻസിപ്പ്, വിൻറാർ, അതായത് ഫയലിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കംപ്രഷൻ ടൂൾസിന്റെ എക്സാമ്പിൾസ് ആണ് വിൻസിപ്പ്, വിൻറാർ എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക. ഇതൊക്കെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിൽ വരുന്നതാണ്. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം എന്നുള്ള കാര്യം എന്ത് ചെയ്ത് വെക്കുക, മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? യെസ്. പരീക്ഷയ്ക്ക് ഇവിടുന്ന് വരുന്ന ചോദ്യം കണ്ടോ നിങ്ങൾ? കാറ്റഗറൈസ്. കുറച്ച് സോഫ്റ്റ്വെയർ ഇവിടെ തന്നിട്ടുണ്ട്, കണ്ടോ? ലിനക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് മുതൽ ഇവിടം വരെ കുറച്ച് സോഫ്റ്റ്വെയർ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതിലേതൊക്കെയാണ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ പാക്കേജ്, അതിലേതൊക്കെയാണ് യൂട്ടിലിറ്റി പ്രോഗ്രാം, ഇങ്ങനെയാണ് ചോദിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സോഫ്റ്റ്വെയർസിനൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടണം. ഓക്കെ, ലിനക്സ് നമുക്ക് ഏതിൽ ഉൾപ്പെടുത്താം? ഒരു സംശയമില്ല, ലിനക്സ്, യുണിക്സ്, വിൻഡോസ് ഇതൊക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഈ ഓപ്പൺ ഓഫീസ് കാൽക്ക്, ഓപ്പൺ ഓഫീസ് റൈറ്റർ, ഓപ്പൺ ഓഫീസ് ഇംപ്രസ്, അതുപോലെ തന്നെ വേറെ ഉണ്ട്. ഇപ്പൊ മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്, ഇതൊക്കെ ഇല്ലേ? ഇതൊക്കെ ജനറൽ പർപ്പസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിൽ വരുന്നതാണ്. മൈക്രോസോഫ്റ്റ് വേർഡ്, മൈക്രോസോഫ്റ്റ് പവർ, പരീക്ഷയ്ക്ക് വരും, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതി വെക്കുന്നത്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്, മൈക്രോസോഫ്റ്റ് എക്സൽ, ഇങ്ങനത്തെ മൈക്രോസോഫ്റ്റ് ആക്സസ്, അങ്ങനത്തെ പല സാധനങ്ങളുണ്ട്. ഇതൊക്കെ ജനറൽ പർപ്പസ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൽ വരുന്നതാണ്. അപ്പൊ ഇതിനെ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താന്നറിയോ? ഈ ക്വസ്റ്റ്യനിൽ ഇവർ തന്നതിൽ അപ്ലിക്കേഷൻ പാക്കേജിൽ ഉൾപ്പെടുത്താം. ഇതിനെ നമുക്ക് അപ്ലിക്കേഷൻ പാക്കേജിൽ എന്ത് ചെയ്യാൻ പറ്റും? ഉൾപ്പെടുത്താൻ പറ്റും. വിൻഡോസ് ഒരു സംശയമില്ല ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. വിൻസിപ്പ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടേ ഉള്ളൂ, അല്ലെ? യൂട്ടിലിറ്റി പ്രോഗ്രാമിലെല്ലാം ഉൾപ്പെടുത്താം. യൂട്ടിലിറ്റിയിൽ
WinZip എന്ന് പറഞ്ഞാൽ കംപ്രഷൻ യൂട്ടിലിറ്റി ആണ്, കംപ്രഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഇത് യൂട്ടിലിറ്റിയിൽ നമുക്ക് ഉൾപ്പെടുത്താം. യൂട്ടിലിറ്റി പാക്കേജിൽ ഉൾപ്പെടുത്താൻ പറ്റും. കാസ്പർസ്കി ഏതാ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ അല്ലേ? തൊട്ട് മുന്നേത്തെ സ്ലൈഡിൽ പറഞ്ഞേ ഉള്ളൂ. കാസ്പർസ്കി എന്ന് പറഞ്ഞാൽ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ ഈ സോഫ്റ്റ്വെയർസ് എല്ലാം നിങ്ങൾ പരിചയപ്പെടണം. ആന്റിവൈറസ് എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ തന്നത് പ്രകാരം അത് യൂട്ടിലിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുക. യൂട്ടിലിറ്റി പാക്കേജ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഓപ്പൺ ഓഫീസ് റൈറ്റർ ഞാൻ നേരത്തെ പറഞ്ഞു. ഓപ്പൺ ഓഫീസ് കാൽക്ക് ഉണ്ട്, ഓപ്പൺ ഓഫീസ് റൈറ്റർ ഉണ്ട്, ഓപ്പൺ ഓഫീസ് ഇംപ്രസ് ഉണ്ട്. ഓപ്പൺ ഓഫീസിന്റെ എന്ത് കണ്ടാലും അതുപോലെ തന്നെ MS കഴിഞ്ഞിട്ട് MS വേർഡ്, MS പവർ പോയിന്റ്, MS എക്സൽ ഇതുപോലെ എന്ത് കണ്ടാലും അതൊക്കെ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. അപ്പൊ ഈ ഓപ്പൺ ഓഫീസ് റൈറ്ററും എന്താണ്? അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്, ആപ്ലിക്കേഷൻ പാക്കേജ് ആണ്. ക്ലാസിന്റെ ഒക്കെ നോട്ട് ഡൗൺലോഡ് ചെയ്യും. നമ്മൾ നോട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. വീഡിയോന് താഴെയുള്ള ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോന്റെ താഴെ നോട്ട്സിന്റെ ലിങ്ക് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യുമെന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതൊക്കെയാണെന്ന് എഴുതുക, അപ്ലിക്കേഷൻ പാക്കേജ് ഏതൊക്കെയാണെന്ന് എഴുതുക, യൂട്ടിലിറ്റി പ്രോഗ്രാം ഏതൊക്കെയാണെന്ന് എഴുതുക. ഓക്കെ, യെസ്. അടുത്തൊരു ചോദ്യം ഫ്രീ ആൻഡ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ ആണ്. അതായത് സോഫ്റ്റ്വെയറിന് ശരിക്കും പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ ഇവിടെ പഠിച്ചില്ലേ, ഇത് നോർമൽ സോഫ്റ്റ്വെയറിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് സിസ്റ്റം സോഫ്റ്റ്വെയർ, അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, അത് നോർമലി ഉള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. എന്നാൽ ബേസ്ഡ് ഓൺ അതിന്റെ ഒരു റൈറ്റ്, അതിന് എത്രത്തോളം ഫ്രീഡം ഉണ്ട്, ആളുകൾക്ക് ഉപയോഗിക്കാനൊക്കെ എത്രത്തോളം ഫ്രീഡം ഉണ്ട്, അതിനൊക്കെ ബേസ് ചെയ്തിട്ട് സോഫ്റ്റ്വെയറിനെ വേറെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഫ്രീയും അതുപോലെ തന്നെ പ്രൊപ്രൈറ്ററി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് അതിൽ ഫസ്റ്റ് വരുന്നത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് എന്നാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പറയാം. വെറുതെ ഫ്രീ എന്നല്ല, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. എന്നാൽ രണ്ടാമതാണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. എടാ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ആർക്ക് വേണേലും ഉപയോഗിക്കാനും കോപ്പി ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും എക്സാമിൻ ചെയ്യാനും, അതായത് പരിശോധിക്കാനും ചേഞ്ച് ചെയ്യാനും, ഈവൺ അത് വേണേൽ ചേഞ്ചും ചെയ്യാം. അതിന്റെ സോഴ്സ് കോഡൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും, അത് ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാം. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാനുള്ള ഫ്രീഡം നമുക്ക് തരുന്ന, ഇതൊക്കെ ചെയ്താൽ ഒരു പ്രശ്നമില്ല, അതിനൊക്കെയുള്ള ഫ്രീഡം തരുന്ന സോഫ്റ്റ്വെയറിനെയാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ്, ഇതിന് എക്സാമ്പിൾസ് പഠിക്കൽ ഇമ്പോർട്ടന്റ് ആണ്. GNUന്റെ ലിനക്സ്, അതായത് ബേസിക്കലി ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പിന്നെ GIMP എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. GIMP എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ കമ്പ്യൂട്ടറിൽ പെയിന്റ് ഒക്കെ അടിക്കുന്ന സോഫ്റ്റ്വെയർസ് ഇല്ലേ, മൈക്രോസോഫ്റ്റ് MS പെയിന്റ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഇല്ലേ, അതുപോലെ നമുക്ക് ഇമേജ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് GIMP എന്ന് പറയുന്നത്. GIMP. ഓക്കെ, അതുപോലെ തന്നെ ഒരു ബ്രൗസർ ഉണ്ട്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗൂഗിൾ ക്രോം പോലത്തെ വേറൊരു ബ്രൗസറാണ് മൊസില്ല ഫയർഫോക്സ്. ഈ ബ്രൗസറും ഓപ്പൺ സോഴ്സ് ആണ്, എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്. അതുപോലെ തന്നെ OpenOffice.org. ഇങ്ങനെ 4 സോഫ്റ്റ്വെയർസ് ആണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ കേട്ടോ. GNUന്റെ ലിനക്സ്, അതായത് ബേസിക്കലി ലിനക്സ്, GIMP, മൊസില്ല ഫയർഫോക്സ് എന്ന് പറയുന്ന ബ്രൗസർ, OpenOffice.org. ഓക്കെ, ഈ 4 എന്തായിട്ട് വരുന്നത്? ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണേലും ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഫ്രീ ആണ്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, കോപ്പി ചെയ്യുക, എന്ത് വേണേലും ചെയ്യാം, അതിനുള്ള കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ട്. എന്നാൽ അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതായിരിക്കും പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ. അതായത് ഒരു സോഫ്റ്റ്വെയർ അതിന്റെ ഡെവലപ്പറിന്റെ എക്സ്ക്ലൂസീവ് പ്രോപ്പർട്ടി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് ലൈസൻസിങ് അഗ്രിമെന്റ് ഒന്നും ഇല്ലാതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ കോപ്പി ചെയ്യാനോ ഒന്നും പറ്റൂല. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്, ഇല്ലീഗലാണ്. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനാണ് പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊപ്രൈറ്ററി ആണ്. മൈക്രോസോഫ്റ്റ് ഓഫീസ്, അതായത് MS ഓഫീസിലാണ് ഈ മൈക്രോസോഫ്റ്റ് വേർഡ്, പവർ പോയിന്റ്, എക്സൽ ഇതൊക്കെ വരുന്നത്. ഈ മൈക്രോസോഫ്റ്റ് ഓഫീസിന്റെ എല്ലാ സാധനങ്ങളും എന്താണ് പ്രൊപ്രൈറ്ററി ആണ്. അതേസമയം ഈ ഓപ്പൺ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് വരുന്ന കുറെ നമുക്ക് ഈ സ്പ്രെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഓപ്പൺ ഓഫീസ് ഉണ്ട്. അതൊക്കെ എന്താണ്? കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. MS ഓഫീസ് പ്രൊപ്രൈറ്ററി ആണ്, എന്നാൽ ഓപ്പൺ ഓഫീസ് എന്താണ്? ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആണ്. അത് മനസ്സിലാക്കുക. പിന്നെ വേറൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇതെന്താണ്? ഇത് പ്രൊപ്രൈറ്ററി ആണ്. ശ്രദ്ധിക്കുക, ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇത് ചോദിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ നമ്മൾ കുറെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് പഠിച്ചതിൽ നമുക്കിപ്പോ ലിനക്സ് അതുപോലെ തന്നെ മാക്, ഈ 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്താണ്? ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആണ്. ഈ 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്താണ്? ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആണ്. എന്നാൽ നമ്മൾ പഠിച്ചതിൽ വിൻഡോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഈ വിൻഡോസ് എന്താണ്? പ്രൊപ്രൈറ്ററി ആണ്. അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് ഏതാണ്? അപ്പോൾ ഒന്ന് അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കണം, രണ്ടാമത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആയിരിക്കണം. അപ്പോൾ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് ഏതാന്ന് വെച്ചാൽ ഒന്ന് ലിനക്സ് ചെയ്ത, രണ്ടാമത്തത് മാക് ചെയ്ത കേട്ടോ. ഇത് രണ്ടുമാണ് അതിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്.
ഓക്കെ. ആൻഡ് അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ചോദ്യം 2023 മോഡൽ എക്സാമിനും കൂടെ ചോദിച്ചിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇതിൽ ഫ്രീ ഏതാ ഓപ്പൺ സോഴ്സ് ഏതാ. വിൻഡോസ് എന്ന് പറയുന്നത് ഇതിൽ ഫ്രീ ഏതാ പ്രൊപ്രൈറ്ററി ഏതാ. വിൻഡോസ് എന്ന് പറഞ്ഞാൽ പ്രൊപ്രൈറ്ററി ആണ്, ഞാൻ ഷോർട്ടായിട്ട് പി എന്ന് എഴുതുന്നുള്ളൂ. മൊസില്ല ഫയർഫോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ഫ്രീ ആണ് അല്ലെ. ജിംപ് എന്ന് പറയുന്നത് എന്താണ്, അത് ഫ്രീ ആണ്. ആൻഡ് മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്നത് അത് പ്രൊപ്രൈറ്ററി ആണ്. ഓക്കെ. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വേറൊരു ചോദ്യം കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. GIMPയുടെ ഫുൾ ഫോം. പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, ഈ GIMPയുടെ ഫുൾ ഫോം എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. GIMPന്റെ ഫുൾ ഫോം എന്താണെന്നറിയോ? GIMPയുടെ ഫുൾ ഫോം ആണ് മക്കളെ, GIMPന്റെ ഫുൾ ഫോം ആണ്. GIMPയിൽ ജിന്റെ ഫുൾ ഫോം GNU എന്നാണ്. ശ്രദ്ധിക്കുക, ജിന്റെ ഫുൾ ഫോം GNU എന്നാണ്. ഐന്റെ ഫുൾ ഫോം ഇമേജ് എന്നാണ്. എമ്മിന്റെ ഫുൾ ഫോം മാനിപ്പുലേഷൻ എന്നാണ്. പിന്റെ ഫുൾ ഫോം പ്രോഗ്രാം എന്നാണ്. പ്രോഗ്രാമിന്റെ MME എന്നാണ് ഇതിന്റെ സ്പെല്ലിംഗ് വരുന്നത്. ഇത് നമ്മളെ C++ പ്രോഗ്രാം എന്നുള്ള രീതിയിലുള്ള പ്രോഗ്രാം അല്ല, അല്ലാതെ പരിപാടികൾ എന്നുള്ള രീതിയിലുള്ള പ്രോഗ്രാം. ഓക്കെ, ഈ ഒരു സംഭവമാണ്. എനിവേ ഇതാണ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് എന്തിന്റെ ഫുൾ ഫോം, ജിംപിന്റെ ഫുൾ ഫോം പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാമിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ ഈ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. എന്നാൽ തീർന്നില്ല. ഈ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അതിനെ മാനേജ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് FSF. FSF എന്ന് പറഞ്ഞാൽ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ. ഈ ഒരു FSF ഒരു 4 ലെവൽസ് ഓഫ് ഫ്രീഡം എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രീ സോഫ്റ്റ്വെയറിന് കൊടുക്കുന്നുണ്ട്. 4 ലെവൽസ് ഓഫ് ഫ്രീഡം കേട്ടോ, 4 ലെവൽസ് ഓഫ് ഫ്രീഡം ഏതൊക്കെയാ? ഫ്രീഡം 0, ഫ്രീഡം 1, ഫ്രീഡം 2, ഫ്രീഡം 3. ഇങ്ങനെ ഇത് മാത്രം പഠിച്ചാൽ പോരാ, അതെന്താ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ ഇത്ര എന്നൊക്കെ പറയുന്ന പോലെ ഫ്രീഡം 0 പറയുന്നത് ആ സോഫ്റ്റ്വെയർ റൺ ചെയ്യാനുള്ള ഫ്രീഡം. അതായത് നമുക്കറിയാം ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അപ്പൊ ഇത് പറയുന്ന 4 ലെവൽസ് ഓഫ് ഫ്രീഡം ഉണ്ട്. അത് FSF ആണ് അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ 4 ലെവൽസ് ഓഫ് ഫ്രീഡം ഇത് പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഫ്രീഡം 0 പറയുന്നത് ആ സോഫ്റ്റ്വെയർ റൺ ചെയ്യാനുള്ള ഫ്രീഡമാണ്. ഫ്രീഡം 1 പറയുന്നത് ആ സോഫ്റ്റ്വെയറിനെ പറ്റി പഠിക്കാനുള്ള ഫ്രീഡമാണ്. ഓക്കെ, എന്നിട്ട് നമ്മളെ ആവശ്യത്തിനനുസരിച്ചിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രീഡം 2 പറയുന്നത് ഈ സോഫ്റ്റ്വെയറിന്റെ കോപ്പീസ് മറ്റുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാനുള്ള ഫ്രീഡമാണ്. ഫ്രീഡം 3 പറയുന്നത് ഈ സോഫ്റ്റ്വെയർ ഇംപ്രൂവ് ചെയ്യാനുള്ള ഫ്രീഡമാണ്. ഇങ്ങനെ 4 ലെവൽസ് ഓഫ് ഫ്രീഡം ആണ്. ഇംപ്രൂവ് ചെയ്തിട്ട് പബ്ലിക്കിന് അത് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റും, റിലീസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ 4 ലെവൽസ് ഓഫ് ഫ്രീഡം ആണ് എവിടെ പറയുന്നത്, FSF പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് ഇത്, വെറുതെ എന്തല്ല പറയുന്നതല്ല, വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫ്രീ തന്നെ 2 ടൈപ്പ് നമ്മൾ പറയാറുണ്ട്, ഫ്രീ വെയറും ഷെയർ വെയറും ഉണ്ട്. ഓക്കെ, ഫ്രീ വെയറും ഷെയർ വെയറും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അറിയാലോ ഇപ്പം പല ആപ്ലിക്കേഷൻസും കുറച്ച് കാലത്തേക്ക് നിങ്ങൾക്ക് ഫുള്ള് ഫ്രീ ആയിട്ട് കിട്ടും. എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ഫീച്ചേഴ്സ് ഒക്കെ കിട്ടണമെങ്കിൽ പേയ്മെന്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസിനെയാണ് എന്ത് പറയാ, ഷെയർ വെയർ എന്ന് പറയാം. എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഫ്രീ അല്ല. അതായത് അതൊരു കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർ ആണ് എന്ന് പറഞ്ഞാൽ ആ സോഫ്റ്റ്വെയറിന്റെ ഉദ്ദേശം ബിസിനസ് ആണ്. ഓക്കെ, കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർ ആണ്. അതായത് യൂസേഴ്സിന് അത് വാങ്ങാനുള്ള ഒരു ചാൻസ് ഫസ്റ്റ് ഓഫ് ഓൾ കൊടുക്കും. അത് വാങ്ങുന്നതിന് മുന്നേ അതെന്താണെന്ന് നോക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കും ബിഫോർ ബൈയിങ് ഇറ്റ്. അതാണ് എന്തിന്റെ പ്രത്യേകത, ഷെയർ വെയറിന്റെ പ്രത്യേകത. എന്നാൽ ഫ്രീ വെയർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എല്ലാ ഫീച്ചേഴ്സും ഫ്രീ ആണ്. ഇവിടെ തൽക്കാലം ആദ്യം നമുക്ക് അവർ ഷെയർ ചെയ്തു തരും. എന്നാൽ പിന്നെ ഫുൾ ഫീച്ചേഴ്സ് ഒക്കെ കിട്ടണ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. എന്നാൽ ഫ്രീ വെയർ എന്ന് പറഞ്ഞാൽ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതിനങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് കോപ്പി റൈറ്റഡ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഫ്രീ ഓഫ് കോസ്റ്റിൽ അൺലിമിറ്റഡ് കാലത്തേക്ക് അത് എന്തായിരിക്കും, അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു പൈസയും നമ്മൾ അതിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഫ്രീ വെയറിന്റെ ഒരു പ്രത്യേകത. അല്ലെ, ഇപ്പം സ്പോട്ടിഫൈ ഒക്കെ ആണെങ്കിൽ നമുക്കത് ഷെയർ വെയർ ആണെന്ന് പറയാം. കാരണം അത് കുറെ കാലത്തേക്ക് നമുക്ക് തന്നു, കുറെ കാര്യങ്ങൾ തന്നു, ബേസിക് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ തന്നു. എന്നാൽ അതിന്റെ ഫുൾ ഫീച്ചേഴ്സ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ പ്രോ വേർഷൻ വാങ്ങിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹ്യൂമൻ വെയർ എന്താന്നുള്ളത്. നമ്മൾ ഒരുപാട് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും പഠിച്ചു. അങ്ങനെയാണ് ഹ്യൂമൻ വെയർ എന്താണെന്നറിയോ? ഈ കമ്പ്യൂട്ടർ ഒക്കെ ഉപയോഗിക്കുന്ന മനുഷ്യന്മാരാണ്, പീപ്പിൾസ് ഹൂ യൂസ് ദ കമ്പ്യൂട്ടർ, അവരെയാണ് ഹ്യൂമൻ വെയർ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞാൽ പല കമ്പ്യൂട്ടർ ജോബ്സിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അല്ലെ. പ്രോഗ്രാമർ ആയിട്ട് അപ്ലൈ ചെയ്യാം, സിസ്റ്റം അനലിസ്റ്റ്, ഡാറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെയാണ് ഹ്യൂമൻ വെയർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകളെയാണ് ഹ്യൂമൻ വെയർ എന്ന് പറയുന്നത്. പ്രോഗ്രാമേഴ്സ് വരും, സിസ്റ്റം അനലിസ്റ്റ് വരും, ഡാറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സ്, ഇവരൊക്കെ ഉണ്ട്. ആൻഡ് ഈ ഹ്യൂമൻ വെയറിനെ നമ്മൾ സ്കിൻ വെയർ എന്നും പീപ്പിൾ വെയർ എന്നും എന്ത് ചെയ്യാറുണ്ട്, ഓൾസോ വിളിക്കാറുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക.
ഓക്കെ. അപ്പൊ മക്കളെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഫുൾ മാർക്ക്, അതായത് 11 മാർക്ക് വെയിറ്റേജ് ആണ് ഈ ചാപ്റ്റർ വരുന്നത്. ആ 11 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം ഇവിടുന്ന് അങ്ങനെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പോലും ചോദിക്കാത്ത ചാപ്റ്റർ ആണ്. എല്ലാം ഡയറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് ചോദിക്കുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു പോയാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് തന്നെ ഇവിടുന്ന് വാങ്ങാൻ പറ്റും. ഈ ക്ലാസിന്റെ നോട്ട്സ്, അതായത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഞാൻ ഇടുന്ന എല്ലാ ചാപ്റ്റേഴ്സിന്റെയും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ആൻഡ് വീഡിയോ കണ്ടതിന് ശേഷം നോട്ട്സ് ഉപയോഗിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യുക. കാരണം വെറുതെ വീഡിയോ കണ്ടാൽ മാത്രം കാര്യമില്ല. ഈ നോട്ട്സ് നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുക. ഈ നോട്ട്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നിങ്ങൾ ഈ വീഡിയോന്റെ താഴെയുള്ള ടെലിഗ്രാം ചാനലിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഒന്നുകിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഈ വീഡിയോന്റെ താഴെയുള്ള ഒരു ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ഉണ്ട്. ആ ഗൂഗിൾ ഡ്രൈവ് ലിങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതായത് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ ചെയ്യുക, ഗൂഗിൾ ഡ്രൈവ് നോക്കുക, അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ആൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ ചാപ്റ്റർ ആണ്, ഭയങ്കര വലിയ ചാപ്റ്റർ ആണ്. ഇത്ര ഡ്യൂറേഷൻ ഇനി വരുന്ന ഒരു ചാപ്റ്ററിനും ഉണ്ടാവില്ല എന്ന് ആദ്യം തന്നെ പറയാം. കാരണം ഈ ചാപ്റ്ററിൽ 11 മാർക്ക് വെയിറ്റേജ് വരുന്നുണ്ട്. അത് മാത്രമല്ല ഒരുപാട് കൺസെപ്റ്റ്സ് വരുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ. അപ്പം മെയിൻ എസ്പെഷ്യലി സൗണ്ട് ഒക്കെ പോയിട്ടാണ് ഉള്ളത്. ബട്ട് സ്റ്റിൽ നമ്മൾ എക്സാം വരുന്നത് കൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ഇട്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതുപോലെ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. കാരണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ. ഇപ്പൊ നിലവിൽ ഒരുപാട് +2 സ്റ്റുഡൻസ് ആണ് ഈ ഒരു ചാനൽ ഉള്ളത്. അപ്പോൾ +1 സ്റ്റുഡൻസും കൂടെ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സപ്പോർട്ട് മാറ്റേഴ്സ്. സപ്പോർട്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം വളരെ സിമ്പിൾ ആണ്. ഈ വീഡിയോസ് കംപ്ലീറ്റ് കാണുക, നോട്ട്സ് വായിക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും A+ കിട്ടിയിരിക്കും. A+ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. കാരണം +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് +2ലും നല്ല മാർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കുക. +1ൽ പഠിക്കുന്നതിന്റെ കണ്ടിന്യൂഷൻ ആണ് +2ൽ പഠിക്കാനുള്ളത്. +1ൽ പഠിക്കുന്ന C++ന്റെ കണ്ടിന്യൂഷൻ ആണ് +2ൽ പഠിക്കാനുള്ളത്. അപ്പോൾ +1 വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ മാർക്ക് വാങ്ങാൻ +1ലെ നോക്കുക. എന്റെ വീഡിയോ അല്ലെങ്കിൽ നമ്മളെ വീഡിയോസ് കണ്ട ഒരുപാട് ആളുകൾക്ക് ഓൾറെഡി A+ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ചാനലിലുള്ള വീഡിയോ അതിൻ്റെ ഒക്കെ താഴെയുള്ള കമന്റ്സ് ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ മതി. ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. താങ്ക് യു സോ മച്ച്.